ഹരി ഓം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ഹനുമാൻ സ്വാമിയുടെ അതിസുന്ദരമായ ഏറ്റവും പ്രസിദ്ധമായ ഒരു സ്തോത്രത്തെക്കുറിച്ചാണ്. സാധാരണ നമ്മൾ ശ്രവിക്കാറുള്ള സ്തോത്രങ്ങൾ സംസ്കൃതത്തിൽ ഉള്ളവയാണ്. എന്നാൽ ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന സ്തോത്രം അവധി ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അവധി ഭാഷ ഉത്തര ഭാരതത്തിൽ പ്രചാരത്തിലുള്ള ഭാഷയാണ്. പ്രത്യേകിച്ചും ഉത്തർപ്രദേശ് പോലെയുള്ള സ്ഥലങ്ങളിലാണ് അത് വ്യാപിച്ചിട്ടുള്ളത്. സാധാരണക്കാരുടെ ഭാഷയായ അവധി ഭാഷയിൽ തുളസീദാസ് രചിച്ചിട്ടുള്ള ഹനുമാൻ സ്തോത്രമാണ് ഇത്. ഹനുമാൻ ചാലീസ എന്നാണ് ഈ കൃതിയുടെ പേര്. 40 ശ്ലോകങ്ങളിലൂടെ ഹനുമാൻ സ്വാമിയെ വർണ്ണിക്കുന്ന അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തെ സമ്പാദിക്കുന്ന കൃതിയാണ് ഇത്. തുളസീദാസ് വളരെ ശ്രേഷ്ഠനായ ഒരു ഹനുമാൻ ഭക്തനായിരുന്നു. അതുപോലെ തന്നെ ശ്രീരാമ ഭക്തനുമായിരുന്നു. ഭഗവാന്റെ മഹിമയെ സാധാരണക്കാരുടെ ഇടയിൽ പ്രചരിപ്പിക്കണം എന്ന ബോധമുണ്ടായിരുന്നത് കൊണ്ട് സാധാരണക്കാർക്ക് അറിയാവുന്ന ഭാഷയിൽ ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തിച്ചിട്ടുള്ള ഒരു മഹാപുരുഷനായിരുന്നു തുളസീദാസ്. അദ്ദേഹം രചിച്ചിട്ടുള്ള രാമായണമാണ് രാമചരിതമാനസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മലയാളികൾക്ക് അധ്യാത്മരാമായണം, എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം അതുപോലെയാണ് ഉത്തരഭാരതത്തിലുള്ളവർക്ക് തുളസീദാസിൻ്റെ രാംചരിതമാനസ് എന്ന കൃതി. വളരെ മനോഹരമായ രീതിയിൽ രാമൻ്റെ കഥ അതിൽ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതി അത് തന്നെയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ മത്സരിച്ചു നിൽക്കുന്ന കീർത്തിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് ഹനുമാൻ ചാലീസ. ഉത്തരഭാരതത്തിൽ ഹനുമാൻ ചാലീസ അറിയാത്ത, ചൊല്ലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. എല്ലാവരും അവരുടെ നിത്യജീവിതത്തിലെ സാധനയുടെ ഭാഗമാക്കി വെച്ചിട്ടുള്ള അത്യുജ്വലമായ ഒരു സ്തോത്രമാണ് ഹനുമാൻ ചാലീസ. ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ ഇത് രചിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് കേട്ടാൽ തന്നെ മതി. പണ്ട് അക്ബർ ചക്രവർത്തി ഭരിച്ചിരുന്ന കാലത്താണ് തുളസീദാസ് ജീവിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചക്രവർത്തി കേട്ടു. അദ്ദേഹം ഒരുപാട് അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്ന ആളാണെന്ന് കേട്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് തൻ്റെ സൈനികരെ വിട്ട് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി. അങ്ങനെ സഭയിൽ കൊണ്ടുവന്ന് നിർത്തി എല്ലാവരുടെയും മുമ്പിൽ അദ്ദേഹത്തോട് ചോദിച്ചു, തന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, താൻ അത്ഭുതങ്ങളൊക്കെ കാട്ടുന്ന മനുഷ്യനാണെന്ന് കേൾക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കും തൻ്റെ അത്ഭുതങ്ങൾ കാണണമെന്നുണ്ട്, എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്കൂ എന്ന് തുളസീദാസിനോട് അദ്ദേഹം പറഞ്ഞു. തുളസീദാസ് മഹാകവി വളരെ വിനയത്തോടുകൂടി അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനൊരു സാധാരണ രാമഭക്തനാണ്. രാമനോടുള്ള ഭക്തി മാത്രമേ എനിക്ക് കഴിവായിട്ട് പ്രദർശിപ്പിക്കാനുള്ളൂ, മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങീ പറയുന്ന അത്ഭുതങ്ങളൊന്നും ഞാൻ ചെയ്യുന്നതല്ല. അങ്ങയുടെ മുമ്പിൽ കാണിക്കാനായി എൻ്റെ പക്കൽ അത്ഭുതങ്ങളുമില്ല. സത്യസന്ധമായി അദ്ദേഹം പറഞ്ഞ ഈ കാര്യം കേട്ടപ്പോൾ രാജാവിന് പിടിച്ചില്ല. അഹങ്കാരം കൊണ്ട് തന്നെ പരിഹസിക്കുകയാണ് ആ കവി ചെയ്യുന്നതെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. അപ്പോൾ വളരെ ദേഷ്യത്തോടു കൂടി തൻ്റെ സൈന്യരോട് പറഞ്ഞു, പിടിച്ചു കെട്ടി ഇയാളെ കാരാഗ്രഹത്തിൽ കൊണ്ടുപോയി ഇടുവെന്ന്. അവരുടനെ തന്നെ അദ്ദേഹത്തെ പിടിച്ചു കെട്ടി കാരാഗ്രഹത്തിൽ കൊണ്ടുപോയി ഇട്ടു. ആ കാരാഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് ഹനുമാൻ സ്വാമിയെ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം രചിച്ചിട്ടുള്ള സ്തോത്രമാണ് ഹനുമാൻ ചാലീസ. 40 ശ്ലോകങ്ങൾ അദ്ദേഹം രചിച്ചു. മനസ്സിലിങ്ങനെ ഹനുമാനെ ധ്യാനിച്ച് അദ്ദേഹം രചന പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഹനുമാൻ സ്വാമിയുടെ ദർശനം അദ്ദേഹത്തിന് ആ കാരാഗ്രഹത്തിലുണ്ടായി. ഒരു സൂര്യൻ ആ ഇരുട്ടറയിൽ ഉദിച്ചുയർന്ന പോലെ ഹനുമാൻ സ്വാമി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അതേസമയം ഒരുപാട് കുരങ്ങന്മാർ ആ രാജാവിൻ്റെ സഭയെ ആക്രമിച്ചുവെന്നും അവിടെയുള്ള ആൾക്കാരെ എല്ലാം ഉപദ്രവിച്ചുവെന്നുമാണ് പറയപ്പെടുന്നത്. ആ ഉപദ്രവം സഹിക്കാൻ പറ്റാതെ രാജാവ് മന്ത്രിമാരോട് തുളസീദാസിനെ മോചിപ്പിക്കാൻ പറഞ്ഞുവെന്നും അങ്ങനെ വളരെ ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തെ കാരാഗ്രഹത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് സമ്മാനങ്ങളൊക്കെ നൽകി സന്തോഷിപ്പിച്ച് തിരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അയച്ചുവെന്നും അതോടുകൂടി ആ കുരങ്ങന്മാരുടെ ഉപദ്രവം തീർന്നുവെന്നുമാണ് കഥ. അപ്പോൾ സ്തുതിച്ചവനെ തന്നെ രക്ഷിക്കാൻ വേണ്ടി ഹനുമാൻ സ്വാമി പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള അതിമനോഹരമായ അതിഗംഭീരമായിട്ടുള്ള ഒരു സ്തോത്രമാണ് ഹനുമാൻ ചാലീസ. അതുകൊണ്ട് ഹനുമാൻ സ്വാമിയുടെ എല്ലാ ഭക്തരും ജപിക്കേണ്ട കൃതി തന്നെയാണ്. പണ്ടൊന്നും ദക്ഷിണ ഭാരതത്തിൽ ഇതിനധികം പ്രചാരം ഇല്ലായിരുന്നുവെങ്കിലും ഇന്ന് അത്യാവശ്യം എല്ലാവരും ഈ കൃതിയെക്കുറിച്ച് കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. നമുക്കും
ഈ സുന്ദരമായ സ്തുതിയെ ഒന്ന് ധ്യാനിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. ശ്രീ ഹനുമാൻ ചാലീസ. ഈ സ്തോത്രം ആരംഭിക്കുന്നത് മംഗളാചരണത്തോടു കൂടിയാണ്. ശുഭമായിട്ട് തുടങ്ങാൻ വേണ്ടി ഗുരുവന്ദനവും ദേവവന്ദനവും നടത്തുന്നതാണ് മംഗളാചരണം. ആദ്യമായി 2 ശ്ലോകങ്ങൾ മംഗളാചരണത്തിൻ്റെതായിട്ടുണ്ട്. ദോഹ എന്നാണ് ചാലീസയിൽ ഇതിനെ പറയുന്നത്. ഓം ശ്രീ ഗുരുചരണ സരോജ രജ നിജമനു മുകുരു സുധാരി ഭരണ രഘുബര വിമല ജസു ജോദായ കുഫലചാരി बुद्धिहीन तनु जानिके सुमिरौ पवन कुमार बल बुद्धि विद्या देहु मोहि हरहु कलेस विकार. ആദ്യമായി തന്നെ പറയുന്നു ശ്രീ ഗുരു ചരണ സരോജരജ നിജമന മുകുരു സുധാരി. ശ്രീ ഗുരു, ഇരുട്ടിനെ ഇല്ലാതെയാക്കുന്ന അറിവിന്റെ വെളിച്ചത്തെ പ്രദാനം ചെയ്യുന്ന ആ സാക്ഷാത് ഗുരുദേവന്റെ ചരണം, കാലാകുന്ന സരോജം, താമരയിൽ പറ്റിയിട്ടുള്ള രജം. രജം എന്ന് പറഞ്ഞാൽ പൊടി. അപ്പോൾ ഗുരുവിൻ്റെ കാൽപാദങ്ങളിൽ പതിഞ്ഞിട്ടുള്ള പൊടി ഏറ്റുകൊണ്ട് നിജ മനു മുകുരു സുധാരി, എൻ്റെ മനസ്സാകുന്ന കണ്ണാടിയെ ഞാൻ വൃത്തിയാക്കി. ഭഗവാന്റെ, അതായത് ഗുരുദേവന്റെ കാൽപാദങ്ങളിൽ ശിഷ്യൻ വന്ന് പ്രണമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് ആ ഗുരുവിൻ്റെ പാദങ്ങൾ സ്പർശിക്കും. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മസ്തകം കൊണ്ട് ഗുരുവിൻ്റെ പാദങ്ങൾ സ്പർശിക്കും. അപ്പോൾ ആ സ്പർശനം കൊണ്ട് ഗുരുവിൻ്റെ കാലിൽ പറ്റിയിട്ടുള്ള പൊടി ആ ശിഷ്യന് കിട്ടും. അപ്പോൾ ഇവിടെ കാലിൽ പറ്റിയിട്ടുള്ള പൊടി ഉപയോഗിച്ചിട്ടെന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെ പാദങ്ങളെ വന്ദിച്ചുകൊണ്ടെന്ന അർത്ഥം നമ്മൾ ഗ്രഹിക്കണം. അപ്പോൾ ശിഷ്യൻ വളരെ ബഹുമാനത്തോടു കൂടി ഗുരുവിൻ്റെ മഹിമ മനസ്സിലാക്കിക്കൊണ്ട് ഗുരുവിനെ വന്ദിക്കുകയാണ്. അങ്ങനെ വന്ദിക്കുന്നതിലൂടെ ശിഷ്യൻ എന്ത് കിട്ടുന്നു? അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള മാലിന്യങ്ങളെല്ലാം ഇല്ലാതെയാകുന്നു. ഏറ്റവും വലിയ മാലിന്യമാണ് അഹങ്കാരം. അഹങ്കാരമുള്ളവൻ ഒരിക്കലും മറ്റുള്ളവരുടെ പാദങ്ങളിൽ വന്ദിക്കാൻ പറ്റില്ല. അപ്പോൾ ഗുരുവിനെ വന്ദിക്കുന്നതിലൂടെ അഹങ്കാരവും അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റെല്ലാ ദോഷങ്ങളും ഒഴിഞ്ഞുപോയി മനസ്സ് ശുദ്ധമായി. അപ്പോൾ മനസ്സിനെ ഇവിടെ ഒരു കണ്ണാടിയായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ആ കണ്ണാടിയിൽ പ്രതിബിംബിക്കണം ഭഗവാന്റെ മഹിമ. അപ്പോൾ ആ കണ്ണാടി വൃത്തികേടായിട്ട് കിടക്കുകയാണെങ്കിൽ അതിലൊന്നും തെളിയില്ല. അപ്പോൾ ആ കണ്ണാടി വൃത്തിയാക്കി ഗുരുവിൻ്റെ പാദത്തിലെ പൊടി ഉപയോഗിച്ചു. അപ്പോൾ ഗുരുവിനെ വന്ദിച്ചുകൊണ്ട് മനസ്സാകുന്ന കണ്ണാടി നിർമ്മലമാക്കപ്പെട്ടു. അതാണ് ശ്രീ ഗുരുചരണ സരോജരജ നിജമനു മുകുരു സുധാരി ഭരണൗ രഘുബര വിമല ജസു ജോദായകു ഫലചാരി. അങ്ങനെ മനസ്സിനെ ഞാൻ നിർമ്മലമാക്കി കഴിഞ്ഞപ്പോൾ രഘുബരന്റെ വിമലമായ ജസു, അതായത് രഘുകുലത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായവൻ രഘുവരൻ, അത് സാക്ഷാത് ശ്രീരാമസ്വാമിയാണ്. ആ ശ്രീരാമസ്വാമിയുടെ വിമലമായ, നിർമ്മലമായ, അതിപരിശുദ്ധമായിട്ടുള്ള ജസു, ജസു എന്ന് പറഞ്ഞാൽ യശസ്, യശസ്സിനെ ഭരണവും ഞാൻ വർണ്ണിക്കുന്നു. മനസ്സ് ശുദ്ധമായി കഴിഞ്ഞപ്പോൾ ആ മനസ്സിൽ ഭഗവാന്റെ ലീലകളും ഗുണങ്ങളും ഇങ്ങനെ കളിയാടുകയാണ്. അതാണ് ഇവിടെ വർണ്ണനയിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഭഗവാനെ ധ്യാനിക്കുകയാണ്. അപ്പോൾ ആ രഘുവരന്റെ വിമലമായ യശസ്സിനെ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ, ആ ഗുരുപാദ വന്ദനത്തിലൂടെ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള മനസ്സിൽ ഇങ്ങനെ ധ്യാനിക്കുന്നു. അതിൻ്റെ ഗുണം എന്താ? ജോദായകു ഫലചാരി, 4 ഫലങ്ങളെയും നൽകുന്നവയാണ് രാമന്റെ ഗുണവർണ്ണന. 4 ഫലങ്ങൾ എന്ന് പറയുമ്പോൾ ചതുർവിധ പുരുഷാർത്ഥങ്ങൾ, അതായത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഈ 4 പുരുഷാർത്ഥങ്ങളെയും ശ്രീരാമസ്വാമിയുടെ ഉപാസന പ്രദാനം ചെയ്യും. അപ്പോൾ ഗുരുവിനെ വന്ദിച്ച് മനസ്സ് പരിശുദ്ധമാക്കി ആ പരിശുദ്ധമായ മനസ്സിൽ ഞാൻ രാമന്റെ ഗുണങ്ങളെ വർണ്ണിക്കുകയാണ്. അതിലൂടെ എനിക്ക് 4 പുരുഷാർത്ഥങ്ങളും ലഭിക്കും എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ മനസ്സിൽ ഞാൻ ഇങ്ങനെ ആ രാമഭഗവാന്റെ മഹിമകളൊക്കെ വർണ്ണിക്കുന്നുണ്ടെങ്കിലും ആ വർണ്ണനയിലുള്ള ഭഗവാന്റെ പൂർണ്ണതയെ ഉൾക്കൊള്ളാൻ, അങ്ങോട്ടൊന്ന് അടുക്കാനുള്ള ബുദ്ധി സാമർഥ്യം എനിക്കില്ല. അതാണ് തുടർന്ന് പറയുന്നത്. ബുദ്ധിഹീന തനു ജാനിക്കേ, ഞാൻ ബുദ്ധിഹീനനാണെന്ന് തിരിച്ചറിയുന്നു. എൻ്റെ മനസ്സിപ്പോൾ പരിശുദ്ധമായിട്ടുണ്ട്. അഹങ്കാരമൊക്കെ ഉപേക്ഷിച്ച് ഞാൻ ഗുരുവിനെ വന്ദിച്ചതുകൊണ്ട് മനസ്സ് പരിശുദ്ധമായിട്ടുണ്ട്. ഗുരുവിൽ നിന്നും കേട്ടിട്ടുള്ള രാമന്റെ മഹിമ മനസ്സിൽ കളിയാടുന്നുണ്ട്. പക്ഷെ അത് ഉൾക്കൊള്ളാനുള്ള ബുദ്ധി സാമർഥ്യം എനിക്കില്ല. അത് ഞാൻ തിരിച്ചറിയുന്നു. അങ്ങനെയുള്ള ഞാൻ സുമിരൗ പവനകുമാർ, പവനദേവന്റെ, വായുഭഗവാന്റെ മകനായിട്ട് അവതരിച്ചിട്ടുള്ള ഹനുമാൻ സ്വാമിയായ അങ്ങയെ സ്മരിക്കുന്നു. അതാണ് സുമിരൗ, സ്മരിക്കുന്നു. ബലബുദ്ധി വിദ്യാദേഹു മോഹി ഹരഹു കലേസ് വികാർ.
അങ്ങനെ സ്മരിക്കുന്ന എനിക്ക് അങ്ങ് ബലവും ബുദ്ധിയും വിദ്യയും പ്രദാനം ചെയ്യുക. അങ്ങനെ എൻ്റെ എല്ലാ ക്ലേശങ്ങളെയും ഹരിക്കുക. ഹരഹു കലേസ് വികാർ. സ്വയമായി ഇതൊന്നും ആർജിക്കാനുള്ള സാമർഥ്യം എനിക്കില്ല. കാരണം ഞാൻ ബുദ്ധിഹീനനാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് മനസ്സ് പരിശുദ്ധമാക്കുകയായിരുന്നു. അത് ഞാൻ ചെയ്തു ഗുരുവന്ദനത്തിലൂടെ. ഇപ്പൊ പരിശുദ്ധമായ മനസ്സ് ലഭിച്ചിട്ടുണ്ട്. ആ പരിശുദ്ധമായ മനസ്സിൽ ഗുരു രാമന്റെ മഹിമ നിറച്ചിട്ടുണ്ട്. പക്ഷെ അത് ഉൾക്കൊള്ളാനുള്ള ബുദ്ധി എനിക്കില്ല. അദ്ദേഹത്തെ പ്രാപിക്കാനുള്ള സാമർഥ്യവും എനിക്കില്ല. അത് അങ്ങയുടെ സ്മരണയിലൂടെ ഞാൻ സമ്പാദിക്കാൻ പോവുകയാണ്. കാരണം രാമനെ ലഭിക്കണമെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ പ്രസാദം കൂടിയേ തീരൂ. അപ്പൊ ഹനുമാൻ സ്വാമിയെ സ്മരിക്കുകയാണ്, അദ്ദേഹത്തിലൂടെ അർത്ഥിക്കുകയാണ്. ബലവും ബുദ്ധിയും വിദ്യയും എനിക്ക് തന്നാലും അത് ആർജിക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കുന്ന സമയത്ത് ഒരുപാട് ക്ലേശങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ക്ലേശങ്ങളെയെല്ലാം ഹരിച്ചാലും അതിനെ എൻ്റെ വഴിയിൽ നിന്നും മാറ്റി തന്നാലും എല്ലാ വിഘ്നങ്ങളെയും ഒഴിവാക്കി മംഗളമായി എനിക്ക് അങ്ങയെ സ്മരിക്കാൻ സാധിക്കട്ടെ. അതുവഴി ഈ പറഞ്ഞ 3 ഗുണങ്ങളും ബലവും ബുദ്ധിയും വിദ്യയും എനിക്ക് സമ്പാദിക്കാൻ സാധിക്കട്ടെ എന്ന് ഈ മംഗലാചരണത്തിൽ പ്രാർത്ഥിക്കുന്നു. ശ്രീ ഗുരു ചരണ സരോജ രജ നിജ മनु മുകുരു സുധാരി ബരണൗ രഘുബര ബിമല ജസു ജോദായ കുഫലചാരി ബുദ്ധിഹീന തനു ജാനികെ സുമിരൗ പവൻ കുമാർ ബൽ ബുദ്ധി വിദ്യാ ദേഹു മോഹി ഹരഹു കലേസ് വികാർ. മംഗലാചരണം കഴിഞ്ഞ് ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക്, സ്തോത്ര ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യത്തെ ശ്ലോകം: ജയ ഹനുമാൻ ജ്ഞാന ഗുണസാഗർ ജയ കപീസ് തിഹുലോക ഉജാഗർ. ഹനുമാൻ സ്വാമി വിജയിക്കട്ടെ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഹനു എന്ന് പറഞ്ഞാൽ താടിയെല്ല് എന്നാണ് അർത്ഥം. നല്ല താടിയെല്ലുള്ളവനാണ് ഹനുമാൻ. നല്ല താടിയെല്ലുണ്ടെന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ദേഹത്തിന് നല്ല ബലമുണ്ട്, നല്ല വെൽ ബിൽഡ് ആയിട്ടുള്ള ബോഡിയാണ് അദ്ദേഹത്തിന്റെ എന്നാണ് സൂചിപ്പിക്കുന്നത്. ബലവാന്മാരുടെ ലക്ഷണമാണ് ആ ഹനു. അപ്പൊ അതുകൊണ്ട് നല്ല ബലവാനാണ് ഹനുമാൻ സ്വാമി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ആ പേര് ലഭിച്ചു, ഹനുമാൻ. ആ ഹനുമാൻ സ്വാമി വിജയിക്കട്ടെ. അതാണ് ജയ് ഹനുമാൻ. എങ്ങനെയുള്ള ഹനുമാൻ സ്വാമിയാണ്? ജ്ഞാന ഗുണസാഗർ. ജ്ഞാനം തുടങ്ങിയിട്ടുള്ള പലവിധ ഗുണങ്ങളുടെയും സാഗരമായിരിക്കുന്നവനാണ് അങ്ങ്. ജ്ഞാനം, വൈരാഗ്യം തുടങ്ങിയ പല ഗുണങ്ങളും അർത്ഥിച്ചുകൊണ്ടാണ് ഭക്തർ ഭഗവാനെ സമീപിക്കുന്നത്. ആ ഗുണങ്ങളെല്ലാം ലഭിച്ചാലേ അവന് ഭഗവത് പ്രാപ്തി ഉണ്ടാവും. അപ്പൊ ആ ഗുണങ്ങളുടെ എല്ലാം കടലായിരിക്കുന്ന ഹനുമാൻ സ്വാമിയെ തന്നെയല്ലേ അവരതിനായിട്ട് സമീപിക്കേണ്ടത്. അതുകൊണ്ട് ഹനുമാൻ സ്വാമി ജ്ഞാനം തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ഗുണങ്ങളുടെ സാഗരമായിരിക്കുന്നവനാണ്. ആ ഹനുമാൻ സ്വാമി വിജയിക്കട്ടെ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ജ്ഞാനം തന്നെ ഒരു ഗുണമായിട്ടെടുത്താൽ ജ്ഞാനമാകുന്ന ഗുണത്തിന്റെ സാഗരമായിരിക്കുന്നവനെ, അപ്പൊ എല്ലാ അറിവും പ്രദാനം ചെയ്യുന്നവനെ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഗുരു എന്ന പദം കൊണ്ട് ഹനുമാൻ സ്വാമിയെ തന്നെ ലക്ഷ്യമാക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഗുരുവിന്റെ പാദങ്ങൾ വന്ദിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഹനുമാൻ സ്വാമി തന്നെയാണ് ഗുരു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ജ്ഞാനഗുണത്തിന്റെ സാഗരമാണ് അദ്ദേഹം. അപ്പോൾ ഹനുമാൻ സ്വാമിയെ വന്ദിച്ചുകൊണ്ട് രാമന്റെ മഹിമയെ മനസ്സിലാക്കി ആ രാമനിലേക്ക് ഉയരാൻ വേണ്ടി ഹനുമാൻ സ്വാമിയെ തന്നെ മുറുകെ പിടിക്കുന്ന ഭക്തന്റെ ഭാവമാണ് തുളസീദാസ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. അതുകൊണ്ട് ജയ് ഹനുമാൻ ജ്ഞാന ഗുണസാഗർ ജയ് കപീസ് തിഹുലോക ഉജാഗർ. ജയ് കപീസ്. കപീസ് എന്ന് പറഞ്ഞാൽ കപികളുടെ ഈശനായിരിക്കുന്നവൻ, കപികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്നവൻ. കപി എന്നാൽ വാനരൻ. അപ്പൊ വാനരന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ വാനരൻ എന്ന് കേട്ടാൽ തന്നെ ആദ്യം വരുന്ന നാമം ഹനുമാന്റെയാണ്. അത്രയും പ്രസിദ്ധനാണ്. അതുകൊണ്ട് തീർച്ചയായും കപീശനാണ് അദ്ദേഹം. ആ കപീശൻ ജയിക്കട്ടെ. തിഹുലോക ഉജാഗർ. 3 ലോകത്തെയും പ്രകാശിപ്പിക്കുന്നവനാണ് അങ്ങ്. എങ്ങനെ? അങ്ങയുടെ കീർത്തിയിലൂടെ. ഹനുമാൻ സ്വാമിയുടെ കീർത്തി 3 ലോകത്തിലും പ്രചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 3 ലോകത്തിലുള്ളവർക്കും ഹനുമാൻ സ്വാമിയെ അറിയാം. ആ 3 ലോകത്തെയും ശോഭിപ്പിക്കുന്നത് അങ്ങ് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കപീശനായ അങ്ങ് ജയിക്കട്ടെ എന്നിവിടെ 1-ാമത്തെ ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുന്നു. ജയ് ഹനുമാൻ ജ്ഞാന ഗുണസാഗർ ജയ് കപീസ് തിഹുലോക ഉജാഗർ. അടുത്തതായി പറയുന്നു: രാമദൂത അതുലിത ബലധാമ അഞ്ജലി പുത്ര പവന സുത നാമ. അങ്ങ് രാമദൂതനാണ്. ശ്രീരാമസ്വാമി സീതയെ അന്വേഷിക്കാൻ വേണ്ടി പല ആൾക്കാരെയും നിയോഗിച്ചിട്ടുണ്ടെങ്കിലും തൻ്റെ മോതിരം കൊടുത്തത് ഹനുമാൻ സ്വാമിക്കാണ്. കാരണം ഹനുമാന് മാത്രമേ ഈ ദൗത്യം സാധിക്കൂ എന്ന് അദ്ദേഹത്തിന് അറിയാം.
അങ്ങനെ ആ ഹനുമാൻ സ്വാമി ആ മോതിരവും പിടിച്ച് സീതാദേവിയുടെ അടുത്ത് ലങ്കയിൽ ചെന്ന് അമ്മയ്ക്ക് ആ മോതിരം കാണിച്ചു കൊടുത്ത് രാമനുണ്ട്, രാമൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തത് കൊണ്ട് രാമദൂതൻ എന്ന പേര് അദ്ദേഹത്തിന് കിട്ടി. രാവണനെ കണ്ട് രാമന്റെ കാര്യം പറയുന്നതും അദ്ദേഹമാണ്, അതുകൊണ്ടും രാമദൂതനാണ്. രാമന്റെ ആവശ്യവും പറഞ്ഞ് സുഗ്രീവന്റെ അടുത്ത് ചെന്ന് സഖ്യമുണ്ടാക്കുന്നതും അദ്ദേഹമാണ്, അതുകൊണ്ടും രാമദൂതനാണ്. രാമനെ അന്വേഷിക്കുന്ന ഓരോ ഭക്തനും രാമന്റെ മഹിമ പറഞ്ഞു കൊടുത്ത് രാമനിലേക്ക് നയിക്കുന്ന ഗുരു അദ്ദേഹമാണ്, അതുകൊണ്ടും രാമദൂതനാണ്. അതുലിത ബലധാമ, തുലന ചെയ്യാൻ പറ്റാത്ത അത്രയും വ്യാപ്തിയുള്ള ബലത്തിന്റെ ധാമമായിരിക്കുന്നവനാണ് അങ്ങ്. അങ്ങയുടെ ബലത്തിനെ ഉപമിക്കാൻ പാകത്തിനൊരു ബലം ഞാൻ ഈ പ്രപഞ്ചത്തിൽ എവിടെയും കാണുന്നില്ല, അത്രയും ബലവാനാണ് അങ്ങ്. അതുകൊണ്ട് അതുലിത ബലധാമ അഞ്ജനി പുത്ര പവനസുത നാമ. അങ്ങക്ക് 2 പേരുകളുണ്ട്, ഒന്ന് അഞ്ജനി പുത്രൻ എന്നും ഒന്ന് പവനസുതൻ എന്നും. ഹനുമാൻ സ്വാമിയുടെ ജനനത്തെ കുറിച്ച് പറയുന്ന പല കഥകളുണ്ട്. പല പുരാണങ്ങളിലായി നമുക്ക് പല പ്രകാരത്തിലുള്ള കഥകൾ കേൾക്കാൻ സാധിക്കാറുണ്ട്. പ്രധാനമായിട്ടും അതിൽ വരുന്ന ഒരു ഭാഗം കേസരി എന്ന വാനരനും അതുപോലെ അഞ്ജനി എന്ന പേരുള്ള വാനര സ്ത്രീക്കും മകനായിട്ട് ഹനുമാൻ സ്വാമി ജനിച്ചു എന്നാണ്. ആ ജനനത്തിന് പല പ്രകാരത്തിലുള്ള ഭേദങ്ങൾ കൽപ്പിക്കാറുണ്ട്. അപ്പൊ അഞ്ജനി എന്ന പേര് അഞ്ജന എന്ന പേരിലും അഞ്ജലി എന്ന പേരിലുമൊക്കെ അറിയാറുണ്ട്. അവര് പണ്ടൊരു അപ്സരസായിരുന്നു, പുഞ്ചികസ്ഥല എന്ന പേരുള്ളൊരു അപ്സരസായിരുന്നുവെന്നും ഒരു മുനിയുടെ ശാപം കിട്ടി വാനര സ്ത്രീയായി ഭവിച്ചതാണെന്നുമൊക്കെ കഥയുണ്ട്. കേസരിയും അഞ്ജനിയും ഒരു മകൻ ഉണ്ടാവാൻ വേണ്ടി ശിവഭഗവാനെ തപസ് ചെയ്തുവെന്നും ശിവൻ പ്രസാദിച്ചുകൊണ്ട് തൻ്റെ അംശത്തെ അവർക്ക് പുത്രനായി നൽകിയെന്നും അങ്ങനെ പിറന്നവനാണ് ഹനുമാൻ സ്വാമി എന്നും കഥയുണ്ട്. അവിടെ ആ ശിവന്റെ തേജസ്സിനെ അഞ്ജനിയുടെ ഗർഭത്തിലുള്ള ശിശുവിലേക്ക് പ്രവേശിപ്പിച്ചത് വായു ഭഗവാൻ ആയതുകൊണ്ട് വായുപുത്രനാണ് എന്നൊരു കഥയുണ്ട്. അപ്പൊ അതുകൊണ്ട് അഞ്ജനിയുടെ പുത്രനുമാണ് പവനന്റെ പുത്രനുമാണ് അങ്ങ്. ഇനി അത് തന്നെ മറ്റൊരു കഥയുണ്ട്. ഗർഭിണിയായിരുന്ന അഞ്ജനി തൻ്റെ ശിശുവിന് ശിവന്റെ തേജസ് ഉണ്ടാവണമെന്ന് കരുതി ശിവനെ ഉപാസിക്കുകയായിരുന്നു, ഗംഭീരമായ തപസ് നടത്തുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് അയോധ്യയിൽ മക്കൾ ഉണ്ടാവാൻ വേണ്ടി പുത്രകാമേഷ്ടി യാഗം ദശരഥൻ നടത്തുന്നത്. അപ്പോൾ യാഗത്തിന്റെ സമാപ്തിയിൽ പായസം അദ്ദേഹത്തിന് ലഭിച്ചു. ആ ലഭിച്ച പായസത്തിൽ നിന്നും ഒരു അംശത്തെ ഒരു കൊക്ക് കൊണ്ടുവന്ന് കൊക്ക് അതിനെ എടുത്തു കൊണ്ടുപോയി എന്നും ആ കൊണ്ടുപോയ കൊക്ക് അതിനൊരു ഭാഗത്ത് ഉപേക്ഷിച്ച സമയത്ത് അതിനെ വായു ഭഗവാൻ സ്വീകരിച്ച് അഞ്ജനയ്ക്ക് കൊണ്ടുപോയി കൊടുത്തുവെന്നും ആ ഭാഗം ഭക്ഷിച്ചുകൊണ്ട് തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ശിശുവിന് ആ യജ്ഞത്തിന്റെ തേജസ്സും കൂടി ലഭിച്ചുവെന്നും അങ്ങനെ ശിവപ്രസാദവും വായുവിന്റെ പ്രസാദവും ആ യജ്ഞത്തിന്റെ പ്രസാദവും എല്ലാം ലഭിച്ചതുകൊണ്ട് അദ്ദേഹം മഹാബലവാനും മഹാശക്തിശാലിയുമായി ഭവിച്ച ഹനുമാൻ സ്വാമിയായി ജനിച്ചുവെന്നും മറ്റൊരു കഥയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശ്രീരാമനോട് ഇത്രയും അടുപ്പം ഹനുമാൻ സ്വാമിക്ക്. കാരണം ശ്രീരാമന്റെ സഹോദരൻ തന്നെയാണെന്നും ചില കഥകളിൽ പറയാറുണ്ട്. കാരണം രാമനുണ്ടായ അതേ യജ്ഞപ്രസാദത്തിൽ നിന്നാണ് ഹനുമാൻ സ്വാമിയും ജനിച്ചത് എന്നുള്ളത് കൊണ്ട്. ഇങ്ങനെ പല രീതിയിൽ ഹനുമാൻ സ്വാമിയുടെ കഥ പറയാറുണ്ട്. എന്നാൽ ഈ കഥകളിലൊക്കെ സാമാന്യമായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങൾ: ശിവന്റെ മകനാണ് ഹനുമാൻ സ്വാമി, അഞ്ജനിയുടെ മകനാണ് ഹനുമാൻ സ്വാമി, വായു ഭഗവാന്റെ മകനാണ് ഹനുമാൻ സ്വാമി, കേസരി എന്ന വാനരശ്രേഷ്ഠന്റെ മകനാണ് ഹനുമാൻ സ്വാമി. ഈ കാര്യങ്ങൾ സമാനമാണ് എല്ലാ കഥകളിലും. അപ്പൊ അത് എന്തൊക്കെ കൊണ്ടാണെങ്കിലും ഇവരുടെ എല്ലാം അനുഗ്രഹമുള്ളവനാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം ഈ പേരുകൾ ലഭിച്ചത്. പിന്നീട് ആ പേരുകൾക്ക് അർത്ഥം കൽപ്പിച്ചുകൊണ്ട് കഥകൾ ഉണ്ടായതാവാം. എങ്ങനെയാണെങ്കിലും പരമഭക്തനായ ഹനുമാൻ സ്വാമിയെ ഇവിടെ അഞ്ജനി പുത്രൻ എന്നും പവനസുതൻ എന്ന പേരിലും പ്രസിദ്ധിയുള്ളവനാണെന്ന് വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് 2ാമത്തെ ശ്ലോകം. രാമദൂത അതുലിത ബലധാമ അഞ്ജനി പുത്ര പവനസുത നാമ. അടുത്തത് 3ാമത്തെ ശ്ലോകത്തിൽ മഹാബീര വിക്രം ബജരംഗി കുമതി നിവാര സുമതി കേസംഗി. അങ്ങ് മഹാവീരനാണ്. അങ്ങയുടെയും അത്ര വീരത ഈ ലോകത്തിൽ പ്രദർശിപ്പിച്ച മറ്റാരുണ്ട്? ഒറ്റയ്ക്ക് ലങ്കയുടെ അകത്ത് ചെന്ന് അവിടെയുള്ള എല്ലാവരോടും എതിർത്തവനാണ് ഹനുമാൻ സ്വാമി. മറ്റൊരാളും സഹായത്തിനില്ല. രാവണന്റെ മകനെ വധിച്ചു. രാവണൻ അയച്ച ഒരുപാട് പേരെ വധിച്ചു. പിന്നീട് രാമന്റെ കാര്യം പറയാമെന്ന് കരുതി ആ രാവണ സഭയിൽ ചെന്ന് നിന്നു. ചുറ്റുപാടും മഹാബലിഷ്ഠരായിട്ടുള്ള അസുരന്മാര്, രാക്ഷസന്മാര് നിൽക്കുകയാണ്. ആ സഭയിൽ ചെന്നിട്ട് ഹനുമാൻ സ്വാമി രാവണനെ ഉപദേശിക്കുന്നു. തൻ്റെ വാക്കുകളൊന്നും ചെവികൊള്ളാതെ തന്നെ പരിഹസിക്കുന്ന രാവണനോട് ഹനുമാൻ സ്വാമി പറയുന്ന ഒരു ഭാഗം നമുക്ക്
അധ്യാത്മരാമായണത്തിൽ കാണാം, നിന്നെ പോലത്തെ ഒരു 100,000 രാവണന്മാര് വന്നാലും എൻ്റെ ചെരുവിരൽക്ക് പോരാ എന്ന്. ആ സഭയിൽ അങ്ങനെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പറയാനുള്ള ആ ബലം, ആ വീരത അത് ഹനുമാൻ സ്വാമിക്ക് മാത്രമേ പ്രദർശിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും മഹാവീരനാണ് ഹനുമാൻ സ്വാമി. വിക്രമ ബജരംഗി, അദ്ദേഹത്തിന് വളരെ വലിയ ആകാരം സ്വീകരിക്കാനുള്ള ശേഷിയുണ്ട്. 8 സിദ്ധികളുണ്ട്. ആ 8 സിദ്ധികളും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ ആകാരത്തെ വലുതാക്കാനുള്ള കരുത്ത് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഒറ്റ കാലടി കൊണ്ട് തന്നെ വളരെ ദൂരത്തിലേക്ക് അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ പറ്റും. അപ്പോൾ വലിയ ക്രമമുള്ളവനായതുകൊണ്ട് വിക്രമൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു. പണ്ട് വാമനൻ ചെയ്തിട്ടുള്ള അതേ ലീല ചെയ്യാനുള്ള സാമർഥ്യം ഹനുമാൻ സ്വാമിക്കുമുണ്ട്. അതുകൊണ്ട് വിക്രമനാണ് അദ്ദേഹം. ബജരംഗി, വജ്രസമാനമായ ദേഹത്തോടു കൂടിയവനാണ് അദ്ദേഹം. വജ്രസമാനമായ ദേഹം. വജ്രം എന്ന് പറയുന്നത് ഇന്ദ്രന്റെ ആയുധമാണ്. ആ ആയുധത്തെ മുറിക്കാൻ ഒന്നുകൊണ്ടും സാധിക്കില്ല, അത്രയും ശക്തിയുള്ള ആയുധമാണ്. ദദീചി മഹർഷിയുടെ നട്ടലിൽ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള ദിവ്യശക്തിയുള്ള ആയുധമാണ്. അതിന് സമാനമായ അത്രയും കാഠിന്യമുള്ള ദേഹമാണ്, നല്ല ബലിഷ്ഠമായ ദേഹമാണ്. അതുകൊണ്ട് ബജരംഗി. അദ്ദേഹത്തിന് മറ്റൊരു ആയുധത്തിൻ്റെയും ആവശ്യമില്ല. തൻ്റെ ദേഹം തന്നെ മതി. ഒരു അടി കൊടുത്താൽ മതി, ശത്രു സൈന്യം മുഴുവൻ ഇല്ലാതെയാകും. അത്രയും ബലമുള്ള ദേഹമാണ്. അതുകൊണ്ട് ബജരംഗി. കുമതി നിവാര്. മതി എന്നാൽ ബുദ്ധി, കു എന്നാൽ മോശമായത്, ചീത്തയായത്. അപ്പോൾ ദുഷ്ടബുദ്ധിയെ ഇല്ലാതെയാക്കുന്നവനാണ്. അതുകൊണ്ട് കുമതി നിവാർ. സുമതികെ സംഗി, സദ്ബുദ്ധിയുള്ള ആൾക്കാരോട് ചേർന്ന് നിൽക്കുന്ന അവരുടെ സുഹൃത്തായിരിക്കുന്നവനാണ്. അപ്പോൾ ദുഷ്ടബുദ്ധിയുള്ള ആൾക്കാരുടെ ദുഷ്ടബുദ്ധിയെ ഇല്ലാതെയാക്കി അവർക്ക് സദ്ബുദ്ധിയെ പ്രദാനം ചെയ്ത് അവരോട് ചേർന്ന് നിൽക്കുന്നവനാണ്. ഇങ്ങനെ ദുഷ്ടബുദ്ധി ഇല്ലാതെയാക്കാൻ ശ്രമിക്കുമ്പോഴും അതിന് സമ്മതിക്കാതെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെ ഉപേക്ഷിച്ച് സദ്ബുദ്ധിയുള്ള ആൾക്കാരുടെ കൂടെ വസിക്കുന്നവനാണ് എന്ന് രണ്ടർത്ഥത്തിലും കുമതി നിവാര സുമതികെ സംഗി. ഇതാണിതും 3-ാമത്തെ ശ്ലോകം. മഹാബീർ വിക്രം ബജരംഗി കുമതി നിവാര സുമതികെ സംഗി. അടുത്തത് 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, കഞ്ചന ഭരണ ബിരാജ സുബേസ കാനന കുണ്ടല കുഞ്ചിത കേസ. കഞ്ചന ഭരണ, കഞ്ചനം എന്നാൽ സ്വർണം, ഭരണം എന്നാൽ വർണ്ണം. സ്വർണത്തിന്റെ വർണ്ണമാണ് അദ്ദേഹത്തിന്റെ ദേഹത്തിനുള്ളത്. സ്വർണ സമാനമായ കാന്തി. ഇതേ കാന്തിയുള്ള മറ്റൊരാളുണ്ട്, രുദ്രൻ, സാക്ഷാത് ശ്രീരുദ്രൻ. ഭഗവാന്റെ ദേഹം ഉരുക്കിയ സ്വർണത്തെ പോലെ തിളങ്ങുന്നു എന്നാണ് പറയാം. അപ്പൊ അതേ നിറമാണ് ഹനുമാൻ സ്വാമിക്കും, കാരണം എൻ്റെ രുദ്രന്റെ അംശം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് കഞ്ചന ഭരൻ. രാവണൻ ശിവനെ ഉപാസിച്ചുകൊണ്ട് ശിവന്റെ പ്രസാദം സമ്പാദിച്ചു എന്ന് പറയുന്ന കഥയിൽ ഒരു വേരിയേഷൻ ഉണ്ട്. പല കഥകളുണ്ട്. അതിലൊരു കഥ പറയുന്നത് രുദ്രന് 11 ഭാവങ്ങളുണ്ട്. അതിൽ 10 ഭാവങ്ങളെ രാവണൻ സന്തോഷിപ്പിച്ചുവെന്നും 11ാമത്തെ ഭാവത്തെ അവഗണിച്ചുവെന്നുമാണ്. മനഃപൂർവ്വമല്ല, അദ്ദേഹത്തിന് അതിന് സാധിച്ചില്ല. അപ്പോൾ ആ 11ാമത്തെ ഭാവമാണ് ഹനുമാൻ സ്വാമിയായിട്ട് അവതരിച്ചതെന്നും അതിന്റെ ഫലമായിട്ടാണ് രാവണനെ വധിക്കാൻ ഹനുമാൻ സ്വാമി കാരണക്കാരനായതെന്നും ഒക്കെ ഒരു കഥ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് രുദ്രന്റെ ആ 11ാമത്തെ ഭാവമായിട്ട് വന്നവനായതുകൊണ്ടാവാം സ്വർണ്ണ നിറത്തോടു കൂടിയ ദേഹമാണ് അദ്ദേഹത്തിനുള്ളത്. ബിരാജ സുബേസ. അദ്ദേഹം നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ശോഭിക്കുന്നവനാണ്. നല്ല വസ്ത്രമാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. ഇങ്ങനെ തിളങ്ങുന്ന വസ്ത്രമാണ്. കാരണം അദ്ദേഹത്തിന്റെ ദേഹം തന്നെ സ്വർണ്ണ നിറത്തിലുള്ളതാണ്. അപ്പൊ അത്രയും ഗംഭീരമായ ഒരു ദേഹമുള്ളവൻ അതിനനുസരിച്ചുള്ള വസ്ത്രം തന്നെ ധരിക്കേണ്ടി. അപ്പൊ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് അദ്ദേഹം നന്നായി ശോഭിക്കുന്നു. കാനന കുണ്ടല കുഞ്ചിത കേസ. അദ്ദേഹം ചെവിയിൽ കുണ്ടലങ്ങൾ ധരിച്ചിട്ടുണ്ട്. കുഞ്ചിത കേസ. അദ്ദേഹത്തിന്റെ മുടി ചുരുണ്ടിട്ടാണ് ഇരിക്കുന്നത്. നല്ല കട്ടിയുള്ള മുടിയാണ്, അത് ചുരുണ്ടിരിക്കുന്നു. സ്വർണ്ണ സമാനമായ സ്വർണത്തോട് നിർമ്മിച്ചിട്ടുള്ള തിളങ്ങുന്ന കുണ്ടലങ്ങൾ അദ്ദേഹം ചെവിയിൽ ധരിച്ചിരിക്കുന്നു. അതിനേക്കാൾ ശോഭയുള്ള ദേഹമാണ് അദ്ദേഹത്തിനുള്ളത്. അത് നല്ല ബലമുള്ള ദേഹമാണ്. അതിൽ അദ്ദേഹം നല്ല വസ്ത്രങ്ങളെ ഉടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് 4ാമത്തെ ശ്ലോകം. കഞ്ചന ഭരണ വിരാജ സുബേസ കാനന കുണ്ടല കുഞ്ചിത കേസ. അടുത്തത് 5ാമത്തെ ശ്ലോകമാണ്. ഹാത്ത് വജ്ര ഓ ധ്വജ ബിരാജൈ കാന്ധേ മൂഞ്ച് ജനേ ഊസാജൈ. ഹാത്ത് കയ്യിൽ അദ്ദേഹം വജ്രത്തെയും ധ്വജത്തെയും പിടിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കയ്യിൽ വജ്രമുണ്ട്, മറ്റേ കയ്യിൽ ധ്വജമുണ്ട്. ഇവിടെ കയ്യിൽ വജ്രമുണ്ടെന്ന് പറയുമ്പോൾ 2 രീതിയിൽ വ്യാഖ്യാനിക്കാം. ഒന്ന്, അദ്ദേഹത്തിന്റെ കൈ തന്നെ വജ്രസമാനമാണ്. അപ്പൊ ആ വജ്രസമാനമായ ബലം അദ്ദേഹത്തിന്റെ ഒരു കയ്യിലുണ്ട്. മറ്റേ കയ്യിൽ അദ്ദേഹം ഒരു കൊടി, ധ്വജം എന്നാൽ കൊടി, അപ്പൊ കൊടി പിടിച്ചിട്ടുണ്ട്. എന്ത് കൊടിയാണ്? വിജയക്കൊടിയാണ്.
ഹനുമാൻ സ്വാമി സദാ വിജയത്തോടു കൂടി ശോഭിക്കുന്നവനാണ്, എപ്പോഴും ജയിക്കുന്നവനാണ്. അപ്പൊ വിജയശ്രീ കളിയാടുന്ന കൊടിയാണ് അദ്ദേഹം പിടിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ രാമന്റെ കൊടിയാണ് അദ്ദേഹം പിടിച്ചിട്ടുള്ളത്. കാരണം രാമന് വേണ്ടിയാണ് അദ്ദേഹം ജീവിക്കുന്നത്. അപ്പോൾ ഒരു കയ്യിൽ കൊടി പിടിച്ചിട്ടുണ്ട്, മറ്റേ കയ്യിൽ വജ്രസമാനമായ ബലമുണ്ട്. അതല്ലെങ്കിൽ വജ്രം പിടിച്ചിട്ടുണ്ട് എന്നർത്ഥമെടുക്കാം. ഹനുമാൻ സ്വാമി സദാ പിടിക്കുന്ന ഒരു ആയുധം ഗദയാണ്, വജ്രസമാനമായ ഗദയാണത്. അതുകൊണ്ട് ആ ഗദയെ ഇവിടെ വജ്രം എന്ന പദം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ധരിക്കാം. അതല്ലെങ്കിൽ ഇന്ദ്രന്റെ വജ്രത്തിന് സമാനമായ ആയുധം അദ്ദേഹം ധരിച്ചിരിക്കുന്നു. ഗദയ്ക്ക് ആ സാമാന്യം കൽപ്പിച്ചുകൊണ്ടും ഗദ ധരിച്ചിരിക്കുന്നു എന്നർത്ഥം എടുക്കാം. അപ്പൊ ഹാത്ത് വജ്ര ധ്വജാഭിരാജയ് കാന്ധേ മൂഞ്ച് ജനേവു സാജയ്. അദ്ദേഹം തോളിൽ മുഞ്ചപ്പുല്ലുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു യജ്ഞോപവീതം ധരിച്ചിട്ടുണ്ട്, ഒരു പൂനൂല് ധരിച്ചിട്ടുണ്ട്. അതാണ് ജനേയു എന്ന് പറഞ്ഞാൽ പൂനൂലാണ്. അപ്പോൾ ഹാത്ത് വജ്ര ധ്വജാഭിരാജയ് കാന്ധേ മൂഞ്ച് ജനേയു സാജയ്. അപ്പോൾ ആ യജ്ഞോപവീതം ധരിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ നിന്നും വേദജ്ഞനാണ് ഹനുമാൻ സ്വാമി എന്ന് നമ്മൾ ഗ്രഹിക്കണം. അദ്ദേഹത്തിന്റെ ഗുരു സാക്ഷാത് സൂര്യഭഗവാനാണ്. അപ്പൊ സൂര്യഭഗവാനിൽ നിന്നും അറിവ് കിട്ടിയിട്ടുള്ള അദ്ദേഹത്തിന് എന്തായാലും വേദജ്ഞാനം ഉണ്ടാവും. അപ്പൊ വേദജ്ഞനാണെന്ന് സൂചിപ്പിക്കാൻ ആ യജ്ഞോപവീതം ധരിച്ചിരിക്കുന്നു. യജ്ഞം നടത്തുന്നവനുമാണ് അദ്ദേഹം. അപ്പൊ ഹാത്ത് വജ്ര ധ്വജാഭിരാജയ് കാന്ധേ മൂഞ്ച് ജനേവു സാജയ്. അടുത്തത് 6ാമത്തെ ശ്ലോകമാണ്. ശങ്കര സുവന കേസരി നന്ദൻ തേജ പ്രതാപ മഹാജഗബന്ധൻ. ശങ്കര സുവന കേസരി നന്ദൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കഥയാണ്. അദ്ദേഹം ശങ്കരന്റെ മകനാണ്, ശങ്കരന്റെ പുത്രനാണ്. അതുപോലെ കേസരിയുടെയും മകനാണ്. കേസരി എന്ന വാനരശ്രേഷ്ഠന്റെ മകനായിട്ടാണ് അവതരിച്ചത്. തേജ പ്രതാപ മഹാജഗബന്ധൻ. അദ്ദേഹത്തിന്റെ തേജസ്സും പ്രതാപവും അല്ലെങ്കിൽ തേജസ്സിന്റെ പ്രതാപവും ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട്, അത്രയും മഹത്തായിട്ടുള്ളതായതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാവരും അദ്ദേഹത്തെ സദാ വന്ദിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ശക്തിയുള്ള ഒരു സാന്നിധ്യം നമ്മൾ ആരറിഞ്ഞാലും അറിയാതെ തന്നെ അതിനെ നമ്മൾ ഒന്ന് നമിക്കും, നമുക്ക് കുറച്ച് വിനയം വരും. അപ്പൊ ഇത്രയും പ്രതാപശാലിയായിരിക്കുന്ന, ഇത്രയും തേജസ്വിയായിരിക്കുന്ന ഹനുമാൻ സ്വാമിയെ ജഗത്ത് മുഴുവൻ വന്ദിക്കും. കാരണം ജഗത്തിനെ പോലും അതിക്രമിച്ചു നിൽക്കുന്ന ശോഭയാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് മഹാജഗബന്ധൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ബന്ധൻ എന്നാൽ വന്ദിക്കപ്പെടുന്നവൻ. അപ്പോ ശങ്കര സുവന കേസരി നന്ദൻ തേജ പ്രതാപ മഹാജഗബന്ധൻ. ഇതായിരുന്നു 6ാമത്തെ ശ്ലോകം. അടുത്തത് 7ാമത്തെ ശ്ലോകമാണ്. വിദ്യാവാൻ വിദ്യാവാൻ ഗുണി അതി ചാതുർ രാമ കാജ് കരിബേ കോ ആതുർ. അദ്ദേഹം വിദ്യാവാനാണ്. സൂര്യന്റെ അടുത്തിൽ നിന്നാണ് വിദ്യ നേടിയതെന്ന് പറഞ്ഞു, വേദജ്ഞനാണെന്ന് പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും വിദ്യയുള്ളവനാണ്. കാരണം ജ്ഞാനഗുണ സാഗർ എന്ന് തുടക്കത്തിലേ പറഞ്ഞു, ജ്ഞാനമാകുന്ന ഗുണത്തിന്റെ സാഗരമാണ് അദ്ദേഹം. അപ്പൊ വിദ്യാസമ്പന്നനാണ്. നമുക്ക് ജീവിതത്തിൽ എന്ത് വിദ്യ വേണമെന്നുണ്ടെങ്കിലും ഹനുമാൻ സ്വാമിയെ ഉപാസിച്ചാൽ മതി, ആ വിദ്യ അദ്ദേഹം നമുക്ക് പ്രദാനം ചെയ്തിരിക്കും. വീണ്ടും വീണ്ടും അദ്ദേഹത്തിന്റെ ഗുരുഭാവത്തെയാണ് ഇവിടെ കവി ഓർമ്മപ്പെടുത്തുന്നത്. ഗുരുവാണ്, ജഗദ്ഗുരുവാണ് ഹനുമാൻ സ്വാമി. അദ്ദേഹത്തെക്കാൾ വലിയ ഒരു ഗുരു ഇല്ല. ഭഗവാൻ ദക്ഷിണാമൂർത്തിയുടെ അംശവും അദ്ദേഹത്തിൽ ഉണ്ടാവാം, കാരണം ശിവന്റെ അവതാരമാണ്. അപ്പൊ അതുകൊണ്ട് വിദ്യാവാനാണ്, ഗുണിയാണ്, എല്ലാ ഗുണങ്ങളും തികഞ്ഞു ഇരിക്കുന്നവനാണ്, ഗുണസമ്പന്നനാണ്. എന്തെന്ത് ഗുണങ്ങൾ ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നുണ്ടോ ആ ഗുണങ്ങളെല്ലാം പരിപൂർണമായി അദ്ദേഹത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും. അതിചാതുർ, വളരെയധികം ചതുരനാണ്, സമർത്ഥനാണ്, കുശലനാണ് അദ്ദേഹം. സന്ദർഭത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ അറിയാവുന്നവനാണ്. സീതാദേവിയെ കണ്ട് മോതിരം കൊടുക്കാൻ വേണ്ടി മാത്രമാണ് രാമൻ അയച്ചിരുന്നത്. പക്ഷെ അത് മാത്രം ചെയ്യാതെ അവിടെ ചെന്ന് സീതയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അസുരബലം എത്രയാണെന്നൊക്കെ മനസ്സിലാക്കി, അവരുടെ സൈന്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു കണക്കുണ്ടാക്കി, അവരെ ഒന്ന് പേടിപ്പിച്ച് രാമനുണ്ട്, അതുകൊണ്ട് സീതയെ തിരിച്ചു കൊടുക്കൂ എന്ന സന്ദേശം രാവണന് കൊടുത്ത് ലങ്കയെ മുഴുവൻ കത്തിച്ച് അവിടെ നിന്ന് തിരിച്ചു വന്നവനാണ്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി അറിയാവുന്നവനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കുശലതയുള്ളവനുമാണ് ഭഗവാൻ. അതുകൊണ്ട് വിദ്യാവാൻ ഗുണി അതി ചാതുർ രാമകാജ് കരിബേ കോ ആതുർ. രാമകാജ് എന്ന് പറഞ്ഞാൽ രാമന്റെ കാര്യം, കരിബേ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ, രാമന്റെ കാര്യം ചെയ്യാൻ വേണ്ടി സദാ ഉത്സുകനായിരിക്കുന്നവനാണ്. അതാണ് ആതുർ എന്ന ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. സദാ ഉത്സുകനായിരിക്കണം, രാമന്റെ കാര്യം എന്താണോ അത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ്. ഭഗവാന് മറ്റൊരു വിചാരവുമില്ല. തന്റെ പ്രഭുവായ ശ്രീരാമസ്വാമിയുടെ പ്രവൃത്തി എന്താണോ അത് ചെയ്തു കൊടുക്കുക. രാമന്റെ പ്രവൃത്തി എന്താ? ധർമ്മം നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ ധർമ്മം നിലനിർത്താൻ വേണ്ടി സദാ ഉത്സാഹത്തോടു കൂടി ഇരിക്കുന്നവനാണ് ഹനുമാൻ സ്വാമി.
അതുപോലെ രാമനോട് ഭക്തി ഉള്ളവരെ രാമന്റെ അടുത്തേക്ക് എത്തിക്കുന്നവനാണ്, ഗുരുസ്വരൂപത്തിൽ ഇരിക്കുന്നവനാണ്. അതുകൊണ്ടും അദ്ദേഹം രാമകാജ് കരിബേകോ ആതുർ എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ഇതായിരുന്നു 7ാമത്തെ ശ്ലോകം. വിദ്യാവാൻ ഗുനി അതിചാതുര രാമകാജ് കരിബേകോ ആതുർ. അടുത്തത് 8ാമത്തെ ശ്ലോകം. പ്രഭു ചരിത്ര സുനിബേകോ രസിയ രാമ ലഖൻ സീതാമന ബസിയ. അങ്ങ് വളരെയധികം സന്തോഷിക്കുന്നത് എന്തിലാണ്? ശ്രീരാമസ്വാമിയുടെ ചരിത്രം കേൾക്കുന്നതിലാണ്. അങ്ങയ്ക്ക് മറ്റൊന്നിലും അഭിരുചിയില്ല. രാമന്റെ കാര്യം ചെയ്യണമെന്ന ഉത്സാഹത്തോടു കൂടി ഇരിക്കുകയാണെന്ന് നേരത്തെ പറഞ്ഞു. ആ ഉത്സാഹം മാത്രമല്ല, സദാ രാമനെ കുറിച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. രാമന്റെ ചരിത്രം ഹനുമാനേക്കാൾ അറിയാവുന്ന മറ്റൊരാളുമില്ല. അങ്ങനെ ഇരിക്കുന്ന അദ്ദേഹം ഇന്നും നമ്മൾ ആ രാമന്റെ മഹിമ വർണ്ണിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് വന്നിരുന്നത് കേൾക്കുമെന്നാണ് പറയുന്നത്. കാരണം അത്രയും രാമന്റെ സ്നേഹമാണ്, ഭക്തിയാണ്, ഭക്തിയുടെ മൂർത്തിമത് ഭാവം തന്നെയാണ്. അതുകൊണ്ട് പ്രഭു ചരിത്രം കേൾക്കാൻ എപ്പോഴും ഉത്സുകനായിരിക്കുന്നവൻ, അതിൽ വളരെയധികം താല്പര്യത്തോടു കൂടിയവൻ, അതിലാണ് അദ്ദേഹത്തിന് അഭിരുചിയുള്ളത്. അതുകൊണ്ട് പ്രഭു ചരിത്ര സുനിബേകോ രസിയ രാമ ലഖൻ സീതാമന ബസിയ. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ സദാ രാമന്റെ കഥയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ രാമനും ലക്ഷ്മണനും സീതാദേവിയും സദാ വസിക്കുന്നു. മനസ്സിൽ ഇവർ 3 പേരും സദാ ഉണ്ട്. കാരണം ഇവരെ കുറിച്ച് തന്നെയാണ് സദാ സ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രഭു ചരിത്ര സുനിബേകോ രസിയ രാമ ലഖൻ സീതാമന ബസിയ. ഇതായിരുന്നു 8ാമത്തെ ശ്ലോകം. അടുത്തത് 9ാമത്തെ ശ്ലോകം. സൂക്ഷ്മരൂപ ധരിസിയ ഹി ദിഖാവ വികട രൂപ ധരി ലങ്ക ജരാവ. അദ്ദേഹം സീതാദേവിയുടെ അടുത്ത് ചെന്ന സമയത്ത് ദേവി തന്നെ കണ്ട് ഭയപ്പെടേണ്ട എന്ന് കരുതി തന്റെ രൂപത്തെ ചെറുതാക്കിയിട്ടാണ് ചെന്നത്. അപ്പോൾ വളരെ ചെറിയ ആകാരത്തിൽ, അതാണ് സൂക്ഷ്മരൂപം ധരിച്ചുകൊണ്ട് സീതാദേവിയുടെ മുമ്പിൽ ചെന്ന് നിന്നു. എന്നിട്ട് സീതാദേവിയുടെ ദുഃഖങ്ങളെ എല്ലാം ഇല്ലാതെയാക്കി. രാമൻ വരുന്നുണ്ടെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അമ്മയെ സമാധാനിപ്പിച്ചു, സന്തോഷിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്ത്? വികട രൂപ ധരി ലങ്ക ജരാവ. അദ്ദേഹം തന്റെ വികടമായ ഭയാനകമായ രൂപത്തെ ധരിച്ചുകൊണ്ട് ലങ്കയെ ദഹിപ്പിച്ചു. അപ്പോ ആൾക്കാരെ നോക്കി അവരുടെ തലത്തിനനുസരിച്ച് നിൽക്കാൻ കഴിവുള്ളവനാണ്, അതിചതുരനാണെന്ന് തുടക്കത്തിലേ പറഞ്ഞു. ആ ഭാവമാണ്. സീതാദേവിയുടെ വളരെ നല്ലവരുടെ അടുത്ത് അദ്ദേഹം സൂക്ഷ്മരൂപത്തോടു കൂടിയാണ് ചെല്ലുന്നത്. ദുഷ്ടന്മാരുടെ അടുത്ത് വികടമായ രൂപത്തോടു കൂടിയാണ് ചെല്ലുന്നത്. സൂക്ഷ്മരൂപ ധരിസിയ ഹി ദിഖാവ വികട രൂപ ധരി ലങ്ക ജരാവ. അടുത്തത് 10ാമത്തെ ശ്ലോകം. ഭീമരൂപ ധരി അസുര സംഹാരേ രാമചന്ദ്ര കേ കാജ് സവാരേ. ഭീമാകാരമായ രൂപം ധരിച്ചുകൊണ്ട് അസുരന്മാരെ സംഹരിക്കുന്നവനാണ് അങ്ങ്. രാമരാവണ യുദ്ധത്തിന്റെ ഇടയിൽ എത്ര അസുരന്മാരെ ഹനുമാൻ സ്വാമി വധിച്ചുവെന്ന് രാമായണം വായിച്ചവർക്കൊക്കെ അറിയാം. ഒറ്റയ്ക്ക് പൊരുതി കൊണ്ട് എത്ര പേരെ വധിച്ചുവെന്ന് നമുക്കറിയാം. അപ്പോൾ ഭീമാകാരമായ രൂപം ധരിച്ചുകൊണ്ട് അസുരന്മാരെ മുഴുവൻ സംഹരിക്കുന്നവനാണ്. അപ്പൊ അദ്ദേഹം ഉണ്ടെങ്കിൽ അസുരന്മാരൊന്നും അടുക്കില്ല. അത്രയും ബലിഷ്ഠനായ ഒരു രക്ഷകൻ കൂടെ ഉണ്ടെങ്കിൽ ആരാണ് നമ്മുടെ നേർക്കടുക്കുക? ആ ഒരു ബോധം ഭക്തൻ ഉണ്ടാവണമെന്ന സൂചന അവിടെയുണ്ട്. രാമചന്ദ്ര കേ കാജ് സവാരേ. രാമചന്ദ്ര പ്രഭുവിന്റെ കാര്യം എന്താണോ അത് മംഗളമായി പൂർത്തീകരിക്കുന്നവനാണ് അങ്ങ്. അങ്ങുള്ളത് കൊണ്ടാണ് രാമായണ യുദ്ധം മംഗളമായി കലാശിച്ചത്. കാരണം അതിൽ ഏറ്റവും വലിയ യോഗ്ദാനം അങ്ങയുടെ തന്നെയായിരുന്നു. നിസ്വാർത്ഥമായ പ്രവൃത്തിയായിരുന്നു അങ്ങയുടെ. പ്രഭുവിനോടുള്ള പ്രേമം മാത്രമായിരുന്നു അങ്ങയുടെ ഊർജം. മറ്റൊന്നും അങ്ങ് ആഗ്രഹിച്ചിട്ടില്ല. അപ്പൊ അത്രയും ശ്രേഷ്ഠനായ അങ്ങ് അസുരന്മാരെ സംഹരിക്കുന്നവനാണ്. രാമചന്ദ്രന്റെ കാര്യങ്ങളെ ഭംഗിയായി പൂർത്തീകരിക്കുന്നവനാണ്. നേരത്തെ പറഞ്ഞു ധർമ്മപാലകനാണ് രാമൻ എന്ന്. അപ്പൊ ധർമ്മത്തെ നിലനിർത്തുന്നവനാണ് അങ്ങ് എന്ന് ഇവിടെ സൂചിപ്പിച്ചു. മോക്ഷദായകനാണ് രാമൻ. അപ്പൊ മോക്ഷത്തെ നൽകുന്നവനുമാണ് അങ്ങ്. അതുകൊണ്ടാണ് രാമകാര്യത്തെ ഭംഗിയായി പൂർത്തിയാക്കുന്നവൻ എന്നിവിടെ പറഞ്ഞിട്ടുള്ളത്. ഭീമരൂപ ധരി അസുര സംഹാരേ രാമചന്ദ്രികെ കാജ് സവാരേ. ഇതായിരുന്നു 10ാമത്തെ ശ്ലോകം. അടുത്തത് 11ാമത്തെ ശ്ലോകമാണ്. ലായ സജീവൻ ലഖൻ ജിയായേ ശ്രീ രഘുബീര ഹർഷിയുര ലായേ. യുദ്ധം നടക്കുന്ന സമയത്ത് ലക്ഷ്മണൻ ബോധം കെട്ട് വീണ സമയത്ത്, അസ്ത്രമേറ്റ് ബോധം കെട്ട് വീണ സമയത്ത് അദ്ദേഹം ഓടിച്ചെന്ന് ഹിമാലയത്തിൽ നിന്നും മൃതസഞ്ജീവനി കൊണ്ടുവന്ന് അതിൽ നിന്നും ഉണ്ടാക്കിയ ഔഷധം കൊടുത്ത് ലക്ഷ്മണനെ വീണ്ടും ജീവിപ്പിച്ചു. അപ്പൊ അങ്ങനെ ലായ സജീവന് ലഖന് ജിയായി, ആ സഞ്ജീവനം കൊണ്ടുവന്ന് മൃതസഞ്ജീവനി കൊണ്ടുവന്ന് ലക്ഷ്മണനെ വീണ്ടും ജീവിപ്പിച്ചവനാണ് അങ്ങ്. അത് കണ്ട സമയത്ത് ശ്രീ രഘുബീർ ഹർഷിയുരലായ രാമന് എന്തെന്നില്ലാത്ത ആനന്ദമുണ്ടായി. എന്തൊരു മഹിമയാണ് എൻ്റെ ഈ ഭക്തനുള്ളതെന്ന് ആലോചിച്ച് തന്നോട് എത്ര സ്നേഹമാണ്
എത്ര കടപ്പെട്ടിരിക്കുന്നു താൻ ഈ ഭക്തനോടെന്നെല്ലാം ആലോചിച്ചുകൊണ്ട് വളരെയധികം ഹർഷത്തോടുകൂടി സന്തോഷിച്ചുകൊണ്ട് ശ്രീരാമപ്രഭു ചെന്ന് അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്തു, അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. രാമായണത്തിൽ നമുക്ക് ഈ ഭാഗം കാണാം. അപ്പൊ ഭക്തനോട് അത്രയും സ്നേഹമുള്ള ഭഗവാനാണ്, ഭഗവാനോട് അത്രയും സ്നേഹമുള്ള ഭക്തനാണ്. ഭഗവാന് തന്നോടുള്ള സ്നേഹം എത്രയാണെന്ന് ഹനുമാൻ സ്വാമിയോട് പറയുമ്പോൾ ഹനുമാന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ലായ സജീവന ലഖന ജിയായേ ശ്രീ രഘുബീര ഹരശിയുരലായേ. നമ്മുടെ ജീവിതത്തിലും എപ്പോഴെല്ലാം നമുക്ക് ഇതുപോലെയുള്ള രക്ഷയുടെ ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം വന്ന് നമ്മളെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയും അവിടെയുണ്ട്. അടുത്തത് 12ാമത്തെ ശ്ലോകമാണ്. രഘുപതി കീനി ബഹുത് ബഡായി തുമ മമ പ്രിയ ഭരത ഹി സമഭായി. അങ്ങയുടെ ഈ പരാക്രമം കണ്ടപ്പോൾ, അങ്ങയുടെ ഈ ശ്രേഷ്ഠമായ പ്രവൃത്തി കണ്ടപ്പോൾ രഘുപതി സാക്ഷാത് ശ്രീരാമസ്വാമി കീൻഹി ബഹുത് ബഡായി, അങ്ങയെ ഒരുപാട് പുകഴ്ത്തി. അങ്ങയുടെ ഗുണങ്ങളെ എല്ലാവരും കേൾക്കെ ഉറക്കെ പറഞ്ഞു. കാരണം ഭക്തന്റെ മഹിമ ലോകം മുഴുവൻ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് എപ്പോഴും ഭഗവാൻ. അപ്പൊ തനിക്ക് ചുറ്റുമുള്ളവരും മനസ്സിലാക്കണം ഹനുമാൻ സ്വാമി എത്ര ശ്രേഷ്ഠനാണെന്നുള്ള ബോധത്തോടുകൂടി അദ്ദേഹത്തെ ഒരുപാട് പ്രശംസിച്ചു ശ്രീരാമൻ. തും മമ പ്രിയ ഭരത ഹി സമഭായി, നീ എനിക്ക് ഭരതനെ പോലെ തന്നെ എൻ്റെ അനിയനാണ്, സഹോദരനാണെന്ന് പറഞ്ഞുകൊണ്ട് രാമൻ ഒരുപാട് പ്രശംസിച്ചു. നേരത്തെ ആ യജ്ഞ പ്രസാദത്തിൽ നിന്നും ഒരു അംശം അഞ്ജലി കഴിച്ചുവെന്ന് പറഞ്ഞപ്പോൾ രാമന്റെ സഹോദര ഭാവം തന്നെയാണെന്ന് ആ കഥയിൽ ഉണ്ടെന്ന് പറഞ്ഞു. അതിവിടെ രാമൻ തന്നെ സമ്മതിക്കുകയാണ്, നീ എനിക്ക് സഹോദരൻ തന്നെയാണ്. അപ്പോൾ രഘുപതി കീനി ബഹുത് ബഡായി തുമ മമ പ്രിയ ഭരത ഹി സമഭായി. അത് കഴിഞ്ഞ് 13ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പ്രശംസ തുടരുകയാണ്. സഹസ് ബദൻ തുമരോജസ് ഗാവൈ അസ് കഹി ശ്രീപതി കണ്ഠ ലഗാവൈ. സഹസ് ബദൻ എന്ന് പറഞ്ഞാൽ 1000 വദനങ്ങൾ ഉള്ളവൻ, അതായത് അനന്തൻ. ആ അനന്തൻ സദാ നിന്റെ യശസ്സിനെ പാടിക്കൊണ്ടിരിക്കട്ടെ. കാരണം അത്രയും അധികം യശസ്സുണ്ട് നിനക്ക്. അനന്തൻ കാലാകാലത്തിൽ ഉള്ളവനാണ്. അപ്പൊ കാലാകാലങ്ങളിൽ നിന്റെ യശസ് നിൽക്കട്ടെ എന്ന വരവും അവിടെ ശ്രീരാമസ്വാമി കൊടുക്കുകയാണ്. അപ്പൊ അത്രയും മഹിമാവോടൊത്തവനാണ് നീ എന്നും നിന്റെ യശസ് കാലാകാലം നിലനിൽക്കുമെന്നും അനുഗ്രഹിച്ചുകൊണ്ട് അസ് കഹി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീപതി കണ്ഠലഗാവൈ, ശ്രീപതിയായ ലക്ഷ്മീപതിയായ ശ്രീരാമസ്വാമി അദ്ദേഹത്തെ വീണ്ടും ആലിംഗനം ചെയ്തു. അതാണ് കണ്ഠലഗാവൈ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സഹസ് ബദന തുമരോജസ് ഗാവൈ അസ് കഹി ശ്രീപതി കണ്ഠലഗാവൈ. അത്രയും മഹിമയാണ് അങ്ങയ്ക്കുള്ളത്. അടുത്തതായി 14ാമത്തെ ശ്ലോകം. സനകാദിക ബ്രഹ്മാദി മുനീസ നാരദ സാരദ സഹിത് അഹീസ. ഇവിടെ കുറച്ച് ആൾക്കാരുടെ പേരാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ശ്ലോകം കൂടി വായിച്ചാലേ അത് പൂർണ്ണമാവും. അപ്പൊ ഇവിടെ പറയുന്നു സനകാദിക ബ്രഹ്മാദി മുനീസ. സനകൻ തുടങ്ങിയിട്ടുള്ള 4 കുമാരന്മാര്, അതുപോലെ ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ള ദേവന്മാര്, മുനികള്, അതുപോലെ ഋഷികള്, നാരദൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാര്, സരസ്വതി ദേവി ഇങ്ങനെ പോലെയുള്ളവർ, അഹീസ എന്ന് പറഞ്ഞാൽ അനന്തൻ, ശേഷൻ, ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരും അവരുടെയൊക്കെ പേര് ഇവിടെ പറഞ്ഞു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ശ്ലോകത്തിൽ പറയുന്നു ജമ കുബേര ദിഗ്പാൽ ജഹാത്തെ കബി കോബിദ് കഹിസക്കെ കഹാത്തെ. യമൻ, കുബേരൻ, ദിക്പാലന്മാര് ഇങ്ങനെയുള്ള എല്ലാവരും നിന്റെ മഹിമയെ പൂർണ്ണമായി വർണ്ണിക്കാൻ സമർത്ഥരല്ല. അവർക്കൊന്നും നിന്റെ പൂർണ്ണത ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ആരൊക്കെയാണ് ഇവരൊന്നും സാധാരണക്കാരല്ല. അതായത് സനത്കുമാരന്മാരും ബ്രഹ്മാവ് തുടങ്ങിയവരും ഋഷീശ്വരന്മാരും നാരദനും സരസ്വതിയും അഹീശ്വരനും യമനും കുബേരനും ദിക്പാലന്മാരും ഒന്നും സാധാരണക്കാരല്ല, സർവശ്രേഷ്ഠന്മാരാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് പോലും നിന്റെ മഹിമയെ പൂർണ്ണമായി വർണ്ണിക്കാൻ സാധിച്ചിട്ടില്ല. കവി കോവിദ് കഹി സക്കേ കഹാത്തെ. പിന്നെ കോവിദന്മാരായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള കവികള് എങ്ങനെയാണ് നിന്നെക്കുറിച്ച് വർണ്ണിക്കുക? നിന്നെക്കുറിച്ച് വർണ്ണിക്കുക എന്ന് പറഞ്ഞാൽ, നിന്റെ പൂർണ്ണതയെ വർണ്ണിക്കുക എന്ന് പറഞ്ഞാൽ അത് അസാധ്യമായ കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നിവിടെ തുളസീദാസ് രേഖപ്പെടുത്തുകയാണ്. അതാണ് സനകാദിക ബ്രഹ്മാദി മുനീസ നാരദ സാരദ സഹിത് അഹീസ ജം കുബേര ദിഗ്പാൽ ജഹാത്തെ കവി കോവിദ് കഹി സക്കേ കഹാത്തെ. ഇതാണ് 14ഉം 15ാമത്തെയും ശ്ലോകം. അടുത്തത് 16ാമത്തെ ശ്ലോകമാണ്. തും ഉപകാര സുഗ്രീവ ഹി കീന രാമമിലായ രാജപദ് ദീന. അങ്ങ് സുഗ്രീവന് ഒരു ഉപകാരം ചെയ്തു. എന്തായിരുന്നു? സുഗ്രീവൻ അവിടെ പേടിച്ചിരിക്കുകയായിരുന്നു. ഋഷ്യമുഖാചലത്തിൽ ബാലിയെ പേടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഹനുമാൻ സ്വാമി ശ്രീരാമന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ മഹിമ മുഴുവൻ മനസ്സിലാക്കി അദ്ദേഹത്തെ തോളിലേറ്റിക്കൊണ്ട് സുഗ്രീവന്റെ അടുത്ത് വന്ന് സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്തു കൊടുത്തു. ആ സഖ്യം ഉണ്ടായത് കൊണ്ട് എന്ത് ഗുണമുണ്ടായി?
സുഗ്രീവന്റെ ശത്രുവായ ബാലിയെ ശ്രീരാമൻ വധിച്ചു. അങ്ങനെ സുഗ്രീവന് രാജ്യം കിട്ടി, അദ്ദേഹം രാജാവായി. അതാണ് ഇവിടെ പറയുന്നത്. തും ഉപകാര സുഗ്രീവ ഹി കീന, അങ്ങ് സുഗ്രീവന് ആവശ്യമുള്ള ഉപകാരത്തെ ചെയ്തു കൊടുത്ത് രാമമിലായ, രാമനെ അദ്ദേഹവുമായിട്ട് ചേർത്ത് കൊടുത്തു, രാമനുമായിട്ട് സഖ്യം ചെയ്തു കൊടുത്തു. രാജപദ് ദീന, അങ്ങനെ അങ്ങേക്ക് രാജ്യ പദവി അങ്ങ് സുഗ്രീവന് കൊടുത്തു. അപ്പൊ സുഗ്രീവൻ രാജാവായി ഭവിക്കാനുള്ള കാരണം അങ്ങയുടെ പ്രവൃത്തിയാണ്, അങ്ങയുടെ കൃപയാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. തും ഉപകാര സുഗ്രീവ ഹി കീന രാമമിലായ രാജപദ് ദീന. അടുത്തത് 17ാമത്തെ ശ്ലോകം. തുമരോ മന്ത്ര വിഭീഷണ മാന ലങ്കേശ്വർ ഭയ സബ് ജഗ് ജാന. അങ്ങ് കൊടുത്ത ഉപദേശം, മന്ത്രം എന്നാൽ ഉപദേശം. അപ്പൊ തുമരോ മന്ത്ര, അങ്ങയുടെ ഉപദേശത്തെ വിഭീഷണൻ സ്വീകരിച്ചു. അങ്ങയുടെ ഉപദേശം വിഭീഷണൻ സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്തു ഗുണമുണ്ടായി? ലങ്കേശ്വര ഭയ സബ് ജഗ് ജാന, അദ്ദേഹം അവസാനം ലങ്കേശ്വരനായിട്ട് ഭവിച്ചു. ഇത് ലോകം മുഴുവൻ അറിഞ്ഞു. ഹനുമാൻ സ്വാമിയാണ് സഭയിൽ ചെന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ശ്രീരാമന്റെ മഹിമയെ വർണ്ണിക്കുന്നത്. ആ സഭയിൽ വിഭീഷണനും ഇരിക്കുന്നുണ്ട്. ശ്രീരാമനോട് സഖ്യം ചെയ്യുന്നതാണ് ബുദ്ധി എന്ന് രാവണനോടും മറ്റു രാക്ഷസന്മാരോടും ഹനുമാൻ സ്വാമി പറഞ്ഞപ്പോൾ അവരെല്ലാം അത് തള്ളിക്കളഞ്ഞു. പക്ഷെ വിഭീഷണൻ അത് കേട്ടു. പിന്നീട് വിഭീഷണൻ രാമന്റെ അടുത്ത് വന്ന് സഖ്യം ചെയ്തു. അതുകൊണ്ട് വിഭീഷണൻ എന്തുകൊണ്ട് ഗുണമുണ്ടായി? അദ്ദേഹം ലങ്കേശ്വരനായിട്ട് ഭവിച്ചു. അപ്പൊ അത് അങ്ങയുടെ ഉപദേശം കേട്ടതുകൊണ്ടാണ്. അത്രയും വ്യക്തമായ ഉപദേശങ്ങളാണ് അങ്ങ് നൽകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കും അതുപോലെയുള്ള ഉപദേശങ്ങൾ സമയാസമയങ്ങളിൽ അങ്ങ് പ്രദാനം ചെയ്യണമെന്ന പ്രാർത്ഥനയും ഇവിടെയുണ്ട്. തുമരോ മന്ത്ര വിഭീഷണ മാന ലങ്കേശ്വര ഭയ സബ് ജഗ് ജാന. അടുത്തത് 18ാമത്തെ ശ്ലോകമാണ്. ജുഗ് സഹസ്ര ജോജൻ പര ഭാനു ലീല്യോ താഹി മധുര ഫല ജാനു. 1000 യോജന അകലെയുള്ള സൂര്യനെ അങ്ങ് ഒരു കളിയായിട്ട് എടുത്ത് ചാടി മധുരമായ ഒരു പഴം ആകാശത്ത് ഇങ്ങനെ നിൽക്കുകയാണെന്ന് കരുതി അതിനെ വിഴുങ്ങി എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ കഥ കേൾക്കുന്ന സമയത്ത് വിഴുങ്ങാൻ ചെന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ വിഴുങ്ങി എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അങ്ങേക്കത് അസാധ്യമായ കാര്യമൊന്നുമല്ല. അപ്പൊ സൂര്യഭഗവാനെ പോലും വിഴുങ്ങാനുള്ള ശേഷിയുള്ളവനാണെന്ന് ഭക്തിയോടുകൂടി തുളസീദാസ് ഇവിടെ പറയുന്നു. കഥ നമുക്കറിയാം. അദ്ദേഹം ജനിച്ച് കുറച്ച് കാലമായിട്ടേ ഉള്ളൂ. ആ സമയത്ത് അദ്ദേഹം വിശന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. അപ്പൊ ആകാശത്ത് നോക്കിയപ്പോൾ വൃക്ഷങ്ങൾക്കിടയിലൂടെ അദ്ദേഹം തിളങ്ങുന്ന ഒരു പഴം കണ്ടു. അപ്പൊ അതൊരു പുതിയ തരത്തിലുള്ള പഴമാണെന്ന് കരുതി അദ്ദേഹം വൃക്ഷത്തിലേക്ക് എടുത്ത് ചാടി. അപ്പൊ അവിടെ എടുത്ത് നോക്കുമ്പോൾ അവിടെ കാണാനില്ല, അപ്പൊ ആകാശത്താണ്. അപ്പൊ അവിടെ നിന്ന് ആകാശത്തിലേക്ക് അദ്ദേഹം പറന്നുയർന്നു. അത്രയും ശക്തിശാലിയായിരുന്നു ഹനുമാൻ സ്വാമി. അങ്ങനെ പറന്ന് സൂര്യന്റെ അടുത്തെത്തിയ സമയത്ത് സൂര്യനെ ഭക്ഷിക്കാൻ പോയി എന്നും സൂര്യൻ ഭക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ലോകം മുഴുവൻ അന്ധകാരത്തിലാകുമെന്ന് മനസ്സിലാക്കിയ ഇന്ദ്രഭഗവാൻ വന്ന് തന്റെ വജ്രായുധം കൊണ്ട് ഹനുമാൻ സ്വാമിയെ എയ്തുവെന്നും കഥ പറയാറുണ്ട്. ആ വജ്രായുധം തന്റെ ഹനുവിൽ തട്ടിയത് കൊണ്ട് ഹനുമാൻ സ്വാമി ബോധം കെട്ട് പ്രാണനറ്റുപോയ പോലെ ഭൂമിയിലേക്ക് പതിച്ചുവെന്നും തന്റെ പുത്രന് ഈ ഗതിയുണ്ടായല്ലോ എന്ന് കണ്ട വായു ഭഗവാൻ ആ കുട്ടിയെ കൊണ്ടുപോയി പാതാളത്തിൽ ഇരുന്നുവെന്നും അതോടുകൂടി വായു സഞ്ചാരം ഭൂമിയിൽ നിലച്ചുവെന്നും എല്ലാ പ്രാണികളും കഷ്ടപ്പെടാൻ തുടങ്ങിയെന്നും ദേവന്മാരെല്ലാം വന്ന് വായു ഭഗവാനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ബ്രഹ്മാവ് തന്നെ വന്ന് ആ കുട്ടിക്ക് വീണ്ടും തന്റെ ജീവനെ നൽകിയെന്നും അങ്ങനെ ഹനുമാൻ സ്വാമി ഉണർന്നുവെന്നും തന്റെ വജ്രം തട്ടി ഹനുവിൽ വജ്രം തട്ടിയത് കൊണ്ട് ആ പാടുണ്ടായതുകൊണ്ട് ആ കുട്ടിക്ക് ഹനുമാൻ എന്ന പേര് ഇന്ദ്രൻ കൊടുത്തുവെന്നും കഥയുണ്ട്. അത് കഴിഞ്ഞ് ഓരോരുത്തരും ഹനുമാൻ സ്വാമിക്ക് ഓരോ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ട്. അഗ്നി തന്റെ ബാധ ആ കുട്ടിക്ക് ഉണ്ടാവില്ല എന്ന് അനുഗ്രഹിക്കുന്നു. വരുണൻ അതുപോലെ അനുഗ്രഹിക്കുന്നു. ഇന്ദ്രൻ അനുഗ്രഹിക്കുന്നു. ബ്രഹ്മാവ് അനുഗ്രഹിക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹം കിട്ടിക്കൊണ്ട് വളരെ ബലവാനായിട്ടാണ് ഹനുമാൻ സ്വാമി ജീവിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന് ഇത്രയും ബലവുമുണ്ട്, കുട്ടിത്വവുമുണ്ട്. ആ കുട്ടിത്വം കൊണ്ട് അദ്ദേഹം ഒരുപാട് വികൃതികൾ കാണിക്കാൻ തുടങ്ങിയപ്പോൾ മുനികൾക്കൊക്കെ ബുദ്ധിമുട്ടാവാൻ തുടങ്ങി. അപ്പൊ മുനികള് ആ കുട്ടിയുടെ വികൃതി ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ആ കുട്ടിയെ ശപിച്ചു. നിന്റെ ബലം നീ മറന്നു പോകട്ടെ എന്ന്. പക്ഷെ മഹാദേവന്റെ അംശമാണെന്ന് അവർക്കറിയാം. ഭാവിയിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ളവനാണെന്ന് അവർക്കറിയാം. അപ്പൊ അവന് പക്വതയുണ്ടാവുന്നത് വരെയും അവന്റെ ഇത് മറഞ്ഞു കിടക്കട്ടെ എന്നുള്ളത് കൊണ്ട് അവന് ശാപമോക്ഷവും കൊടുത്തു. ആരെങ്കിലും ഭാവിയിൽ നിന്നെ ശരിയായ രീതിയിൽ ഓർമ്മപ്പെടുത്തിയാൽ, നിന്റെ ബലത്തെ കുറിച്ച് പറഞ്ഞു തന്നാൽ നീ വീണ്ടും ആ ഓർമ്മയെ നേടിയെടുക്കും. നിന്റെ ബലം നീ വീണ്ടും പൂർണ്ണമായി അറിയും. അത് പിന്നീട് സംഭവിക്കുന്നത് കടൽ തീരത്ത് വെച്ചാണ്. ജാംബവാൻ പറയുമ്പോഴാണ് ഹനുമാൻ സ്വാമി തന്റെ ഉറങ്ങിക്കിടക്കുന്ന ആ കഴിവിനെ തിരിച്ചറിയുന്നതും
ലങ്കയിലേക്ക് ഒരു ഒറ്റച്ചാട്ടം നടത്തുന്നത്. അത് തുടർന്ന് പറയുന്നുണ്ട്. അപ്പോൾ വളരെ ദൂരെയുള്ള സൂര്യനെ മെഴുകാൻ വേണ്ടി അങ്ങ് ഒരു ഒറ്റ ചാട്ടം ചാടി ചെന്നവനാണ്, അത്രയും സമർത്ഥനാണ്. പിന്നീട് സൂര്യഭഗവാന്റെ അടുത്ത് ചെന്ന് ശിഷ്യത്വം സ്വീകരിച്ച് സൂര്യനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടാണ് അദ്ദേഹം പഠിക്കുക. കാരണം സൂര്യൻ ഒരു സ്ഥലത്തും നിൽക്കാൻ പറ്റില്ല. അപ്പൊ സൂര്യൻ സഞ്ചരിക്കുന്ന അതേ വേഗതയിൽ സൂര്യനെ അഭിമുഖീകരിച്ചുകൊണ്ട് പിൻഭാഗത്തേക്ക് ആയിക്കൊണ്ട് ഹനുമാൻ സ്വാമി ഇങ്ങനെ കറങ്ങും. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് സദാ സൂര്യന്റെ അടുത്തിരുന്നു കൊണ്ട് പഠിക്കാനുള്ളത് മുഴുവൻ പഠിച്ചു. അങ്ങനെ പഠിച്ചു കഴിഞ്ഞ് തന്റെ ഗുരുവിനോടുള്ള ദക്ഷിണയായിട്ടാണ് സൂര്യാംശനായിട്ട് ജനിച്ചിട്ടുള്ള സുഗ്രീവന്റെ അടുത്ത് മന്ത്രിയായി സുഹൃത്തായിട്ട് ഹനുമാൻ സ്വാമി ചെന്ന് നിന്നത് എന്നും കഥയുണ്ട്. അപ്പോൾ ജുഗ് സഹസ്രജോജന പരഭാനു ലീല്യോതാഹി മധുര ഫലജാനു, മധുരമായ ഒരു പഴമാണെന്ന് കരുതി വിഴുങ്ങാൻ വേണ്ടി സൂര്യന്റെ അടുത്തേക്ക് 1000 യോജന അകലെയുള്ള സൂര്യന്റെ അടുത്തേക്ക് പോലും എടുത്തു ചാടിയവനാണ് അങ്ങ്. അത് കഴിഞ്ഞ് അടുത്ത 19ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, പ്രഭുമുദ്രി കമേലി മുഖമാഹി ജലധി ലോങ്കികയെ അചരജനാഹി. ഇങ്ങനെ സൂര്യന്റെ 1000 യോജന അകലെയുള്ള സൂര്യന്റെ അടുത്തേക്ക് ചാടിയിട്ടുള്ള അങ്ങ് തന്റെ വായയിൽ രാമസ്വാമി നൽകിയിട്ടുള്ള മോതിരം വെച്ചുകൊണ്ട് വായയിൽ പിടിച്ചുകൊണ്ട് ഒരു ഒറ്റ ചാട്ടം ചാടി ലങ്കയിൽ ചെന്നു. അപ്പോൾ ജലധി ലാംഗികയെ അചരജനാഹി, ജലധി എന്നാൽ സമുദ്രം, സമുദ്രത്തെ കടന്നു ചെന്നു. അചരജനാഹി, അതിൽ ഒരു ആശ്ചര്യവുമില്ല. പ്രഭു മുദ്രിക മേലിമുഖമാഹി, പ്രഭുവിന്റെ മുദ്രിക ആ മോതിരം വായയിൽ വെച്ചുകൊണ്ട് അങ്ങ് സമുദ്രത്തെ ലംഘനം ചെയ്തു. അതിൽ എന്താണ് ആശ്ചര്യം? അങ്ങ് 1000 യോജന അകലെയുള്ള സൂര്യന്റെ അടുത്തൊരു ഒറ്റ ചാട്ടത്തിൽ എത്തിയവനാണ്. ആ അങ്ങേക്കാണോ ഈ സമുദ്രം ഒരു തടസ്സമാകുന്നത്? അപ്പോൾ വളരെ നിഷ്പ്രയാസം അങ്ങ് ചെയ്തതിൽ ഒരു ആശ്ചര്യവുമില്ല. അങ്ങയുടെ ഗുണത്തിന് യോജിച്ചിട്ടുള്ള പ്രവൃത്തിയാണത് എന്നിവിടെ തുളസീദാസ് പറയുന്നു. പ്രഭുമുദ്രി കമേലി മുഖമാഹി ജലധി ലോങ്കികയെ അചുരജനാഹി. ഇവിടെ തന്നെ അധ്യാത്മരാമായണത്തിൽ വരുന്ന ഒരു പ്രയോഗമുണ്ട്, രാമാങ്കുലീയമെൻ കയ്യിലുണ്ടാകയാൽ എന്ന്. അതായത് ഞാൻ ഈ സമുദ്രത്തെ ചാടി അവിടെ ചെന്ന് സീതയെ കണ്ട് കാര്യം പറഞ്ഞ് തിരിച്ചു വരും, അതെനിക്ക് ഉറപ്പാണ് എന്ന് ഹനുമാൻ സ്വാമി പറയുന്നു. എന്താ കാരണം? രാമാങ്കുലീയം എൻ കയ്യിലുണ്ട്. രാമന്റെ അങ്കുലീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമൻ തന്നിട്ടുള്ള ആജ്ഞയാണ്, രാമന്റെ അനുഗ്രഹമാണത്. അപ്പൊ രാമന്റെ ഇച്ഛയാണ് ഞാൻ നടത്താൻ പോകുന്നത്, അതുകൊണ്ട് അവശ്യം അത് നടന്നിരിക്കും എന്ന് ഭക്തന്റെ പൂർണ്ണത അവിടെ ഹനുമാൻ സ്വാമി വ്യക്തമാക്കുന്നു. തന്റെ ബലം കൊണ്ടല്ല, രാമന്റെ കാര്യത്തിന് വേണ്ടിയാണ് പോകുന്നത്, അതുകൊണ്ട്. അപ്പൊ അതേ അർത്ഥം ഇവിടെയും വരും. ആ പ്രഭുവിന്റെ മുദ്രികയാണ് അങ്ങ് വായയിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ ആ മോതിരമുള്ളത് കൊണ്ട്, രാമന്റെ ആജ്ഞയുള്ളത് കൊണ്ട് അങ്ങ് സമുദ്രം ചാടിപ്പോയതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല എന്ന അർത്ഥവും ഇവിടെ എടുക്കാം. പ്രഭുമുദ്രി കമേലി മുഖമാഹി ജലധി ലോങ്കികയെ അചരജനാഹി. അടുത്തത് 20ാമത്തെ ശ്ലോകമാണ്. ദുർഗമ കാജ് ജഗത് കെ ജേതേ സുഗമ അനുഗ്രഹ തുമരേ തേ. ജഗത്ത് കെ, ഈ ലോകത്തിലുള്ള എന്തെല്ലാം ദുർഗമമായ കാര്യങ്ങൾ ഉണ്ടോ, ചെയ്യാൻ വളരെ പ്രയാസമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ടോ, സുഗമ അനുഗ്രഹ തുമരേ തേ, തുമരേ അനുഗ്രഹ, അങ്ങയുടെ അനുഗ്രഹം ലഭിച്ചാൽ അതെല്ലാം തന്നെ സുഗമമായിട്ട് ഭവിക്കും, നിഷ്പ്രയാസം ചെയ്യാൻ പറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ജീവിതത്തിൽ വലിയതായ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചൊരു വ്യക്തി ഇരിക്കുകയാണ്, അത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, തന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് അവൻ വിചാരിക്കുകയാണെങ്കിൽ അവൻ ഹനുമാൻ സ്വാമിയെ ഉപാസിച്ചാൽ മതി. ഹനുമാൻ സ്വാമിയുടെ കൃപ അവന്റെ ഉള്ളിൽ നിറയുന്ന സമയത്ത് അവന്റെ ഉള്ളിൽ ബലം വർദ്ധിക്കും. അത് നിഷ്പ്രയാസം, ദുർഗമമായ കാര്യമാണെങ്കിലും സുഗമമായി അവന് ചെയ്യാൻ സാധിക്കും. ദുർഗമ കാജ് ജഗത് കെ ജേതേ സുഗമ അനുഗ്രഹ തുമരേ തേ. അടുത്തത് 21ാമത്തെ ശ്ലോകമാണ്. രാമ ദുവാരേ തുമ രഖവാരേ ഹോത് ന ആജ്ഞാ ബിനു പൈസാരേ. രാമദുവാരെ തുമരഖവാരെ, ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ ദ്വാരത്തിൽ അങ്ങൊരു രക്ഷകനായിട്ട് സദാ നിൽക്കുന്നു. ദ്വാരപാലകനാണ് രാമന്റെ അങ്ങ്. ഹോത്തിന ആജ്ഞാ ബിനു പൈസാരെ, അങ്ങയുടെ സമ്മതി ലഭിക്കാതെ രാമന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല. കാരണം അങ്ങ് രാമന്റെ ദ്വാരപാലകനാണ്, അങ്ങ് ഗുരുവാണ്. രാമനെ അനുഭവിക്കണമെങ്കിൽ ഗുരുവിന്റെ കൃപ ഉണ്ടായാലേ തീരൂ. ഗുരു തൻ്റെ കൃപ കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ബോധത്തെ ഉണർത്തുമ്പോഴാണ് നമുക്ക് രാമാനുഭൂതി സിദ്ധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഗുരുസ്വരൂപനായ അങ്ങയുടെ അനുവാദമുണ്ടെങ്കിലേ നമുക്ക് രാമന്റെ ഗൃഹത്തിലേക്ക്, ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അതുകൊണ്ട് ഗുരുവായ അങ്ങ് ഒരു ദ്വാരപാലകന് സമൻ തന്നെയാണെന്നിവിടെ പറഞ്ഞിരിക്കുന്നു. രാമദുവാരേ തുമരഖവാരേ ഹോത് ന ആജ്ഞാ ബിനു പൈസാരേ. അടുത്തത് 22ാമത്തെ ശ്ലോകമാണ്. സബ് സുഖലഹൈ തുമാരി സരണ തുമ രക്ഷക് കാഹു കോ ഡർന. അങ്ങയെ ശരണം പ്രാപിച്ചിട്ടുള്ള ഒരാൾക്ക് എല്ലാ സുഖങ്ങളും ഉറപ്പായിട്ടും ലഭിക്കും. തുമ രക്ഷക്, അങ്ങ് രക്ഷകനായിട്ടുണ്ടെങ്കിൽ കാഹു കോ ഡർന, പിന്നെ എന്തിനാണ് പേടിക്കുന്നത്?
അങ്ങ് സർവസമർത്ഥനാണെന്നുള്ള കാര്യം ലോകപ്രസിദ്ധമാണ്. അങ്ങയുടെ ജീവിതം പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം, അങ്ങയുടെ ബലത്തിന് സമാനമായ ബലം ഈ പ്രപഞ്ചത്തിൽ മറ്റാർക്കുമില്ല. അങ്ങയുടെയും അത്ര സാമർഥ്യം ഈ പ്രപഞ്ചത്തിൽ മറ്റാർക്കുമില്ല. ആ അങ്ങയെ രക്ഷകനായിട്ട് ഞാൻ വരിച്ചാൽ, അങ്ങയുടെ ദാസനായി ഭക്തനായി അങ്ങയെ ഭജിച്ചുകൊണ്ട് അങ്ങയുടെ രക്ഷണത്തിൽ ഞാൻ വന്നാൽ പിന്നെ എനിക്ക് എന്തു ഭയമാണ്? ഒരു ഭയത്തിൻ്റെയും ആവശ്യമില്ല. എല്ലാ സുഖങ്ങളും എനിക്ക് ലഭിക്കും, അതുറപ്പാണ്. സബ് സുഖലഹൈ തുമാരി സരണ തുമ രക്ഷക കാഹു കോ ഡർന. അടുത്തത് 23-ാമത്തെ ശ്ലോകമാണ്. ആപൻ തേജ് സംഹാരോ ആപൈ തീനോ ലോക ഹാക്തേ കാപൈ. അങ്ങയുടെ തേജസ് അങ്ങയ്ക്ക് മാത്രമേ സഹിക്കാൻ പറ്റൂ. അപ്പൊ അങ്ങയുടെ തേജസ്സിനെ അടക്കണമെങ്കിൽ പോലും അങ്ങയുടെ കൃപ തന്നെ വേണം. അങ്ങയുടെ തേജസ് സഹിക്കാൻ പറ്റാതെ മറ്റാരെങ്കിലും ആശ്രയിച്ച് അതിൽ നിന്നും രക്ഷ നേടാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. അങ്ങയുടെ കൃപയുണ്ടെങ്കിലേ സാധിക്കൂ. അത്രയും തേജസ്സോടൊത്തവനാണ്, അത്രയും ശക്തിയോടൊത്തവനാണ് ഹനുമാൻ സ്വാമി. അപ്പൊ ഹനുമാൻ സ്വാമിയെ നിയന്ത്രിക്കാൻ ഹനുമാൻ സ്വാമിക്ക് മാത്രമേ സാധിക്കൂ. തീനോ ലോക ഹാക്തേ കാപൈ. അങ്ങൊന്ന് ഗർജിച്ചു കഴിഞ്ഞാൽ ആ ഗർജനത്തിലൂടെ 3 ലോകങ്ങളും വിറയ്ക്കും. സിംഹനാദമാണ് ഹനുമാൻ സ്വാമിയുടെ. യുദ്ധസമയത്തൊക്കെ അദ്ദേഹം പുറപ്പെടുവിക്കുന്നുണ്ട്. അസുര സൈന്യം പകുതി ചത്ത അവസ്ഥയാവും ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ. അത്രയും ഗംഭീരമായിട്ടുള്ള ശബ്ദമാണ്, ഇടിമുഴക്കത്തിന്റെ നാദമാണ്. അപ്പൊ ആ നാദം കേട്ടാൽ 3 ലോകങ്ങളും വിറയ്ക്കും. അത്രയും ശക്തിയുള്ളവനാണ്, അത്രയും തേജസ് ഉള്ളവനാണ്. ആ തേജസ്സിനെ ഒന്നും അടക്കാൻ ഇവിടെ ആർക്കും സാധിക്കില്ല, അത് അങ്ങയ്ക്ക് മാത്രമേ സാധിക്കൂ. അപ്പൊ അങ്ങയെ നിയന്ത്രിക്കാൻ ഇവിടെ മറ്റാരുമില്ല. ആപന തേജ് സംഹാരോ ആപൈ തീനോ ലോക ഹാക്തേ കാപൈ. ഇതായിരുന്നു 23-ാമത്തെ ശ്ലോകം. അടുത്തത് 24-ാമത്തെ ശ്ലോകം. ഭൂത പിശാച നികട നഹി ആവൈ മഹാവീര ജബ് നാമ സുനാവൈ. ഭൂതവും പിശാചും ഒന്നും നികട നഹി ആവൈ, അടുത്തേക്ക് വരില്ല. എന്തുകൊണ്ട്? മഹാവീര ജബ് നാമ സുനാവൈ, മഹാവീരനായിട്ടുള്ള അങ്ങയുടെ നാമങ്ങൾ കേട്ടാൽ, ആ നാമങ്ങൾ നമ്മൾ ജപിച്ചാൽ, ആ നാമജപത്തിന്റെ ധ്വനി അവിടെയെല്ലാം പ്രചരിച്ചാൽ ആ പരിസരത്തൊന്നും ഭൂതങ്ങളും വരില്ല, പിശാചുക്കളും വരില്ല, മറ്റ് ക്ഷുദ്രമായ ശക്തികളും വരില്ല. അങ്ങയെ എല്ലാവർക്കും ഭയമാണ്. കാരണം അങ്ങയുടെ തേജസ്സിനെ സംഹരിക്കാനുള്ള ശേഷിയൊന്നും അവർക്കില്ല, അങ്ങയോട് അടുക്കാനുള്ള സാമർഥ്യം അവർക്കില്ല. അതുകൊണ്ട് അങ്ങയെ സദാ അവർ ഭയക്കുന്നു. പ്രകാശം പരക്കുന്നിടത്ത് ഇരുട്ട് സ്വാഭാവികമായി ഇല്ലാതെയാകുന്ന പോലെ അങ്ങുള്ളിടത്ത് ഭൂതവും പിശാചുക്കളും ഒന്നും വരില്ല. അപ്പൊ ഇവരിൽ നിന്നുള്ള ഉപദ്രവങ്ങളെല്ലാം തന്നെ ഇല്ലാതെയാകും, അതെനിക്ക് ഉറപ്പാണെന്ന് തുളസീദാസ് പറയുന്നു. ഭൂത പിശാച നികട നഹി ആവൈ മഹാവീര ജബ് നാമ സുനാവൈ. അടുത്തത് 25-ാമത്തെ ശ്ലോകം. നാസൈ രോഗ ഹരൈ സബ് പീര ജപത നിരന്തര ഹനുമത് ബീര. എല്ലാ രോഗങ്ങളും നശിക്കും, എല്ലാ പീഡകളും ഇല്ലാതെയാകും. എപ്പോൾ? ജപത നിരന്തര ഹനുമത് ബീര. ഹനുമാൻ സ്വാമിയുടെ സ്തുതിയെ, അദ്ദേഹത്തിന്റെ മഹിമയെ, അദ്ദേഹത്തിന്റെ നാമങ്ങളെ നിരന്തരമായി ജപിച്ചുകൊണ്ടിരുന്നാൽ എല്ലാ ക്ലേശങ്ങളും എല്ലാ പീഡകളും ഇല്ലാതെയാകും, എല്ലാ രോഗങ്ങളും ഹരിക്കപ്പെടും. ശരീരത്തിനും മനസ്സിനും നല്ല സ്വാസ്ഥ്യമുണ്ടാവും, അതുറപ്പാണ്. കാരണം അങ്ങ് ഔഷധം കൊണ്ടുവന്ന് കൊടുക്കുന്നവനാണ്. ലക്ഷ്മണന്റെ കാര്യത്തിലും രാമന്റെ കാര്യത്തിലും ഒക്കെ നമ്മൾ ഇത് കണ്ടതാണ്, വൃദ്ധസഞ്ജീവനി കൊണ്ടുവന്ന് കൊടുത്തവൻ. അപ്പോൾ ഗുരു മാത്രമല്ല, വൈദ്യനുമാണ് അങ്ങ്. അതുകൊണ്ട് നാസൈ രോഗ ഹരൈ സബ് പീഡ ജപത നിരന്തര ഹനുമത് ബീഡ. ഇത് പീര ബീര എന്നും പീഡ ബീഡ എന്നും പാഠഭേദങ്ങൾ കാണാനുണ്ട്. അർത്ഥം ഒന്ന് തന്നെയാണ്. ഇവിടെ എഴുതിയിട്ടുള്ളത് പീര എന്നാണ്. നാസൈ രോഗ ഹരൈ സബ് പീര ജപത നിരന്തര ഹനുമത് ബീര. അപ്പൊ രോഗത്തിൽ നിന്നുള്ള ശാന്തിക്കും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം അത്യാവശ്യമാണ്. അടുത്തത് 26-ാമത്തെ ശ്ലോകമാണ്. സങ്കടത്തെ ഹനുമാൻ ചുടാവൈ മൻ ക്രമവചന ധ്യാന ജോലാവൈ. ആരാണോ മനസ്സുകൊണ്ടും അതുപോലെ പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും, അപ്പോൾ മന് ക്രമവചൻ എന്നുള്ളത് കൊണ്ട് മനസ്സ്, ശരീരം, വാക്ക്, ഇത് 3-ലൂടെയും ആരാണോ ധ്യാന ജോലാവൈ, ഹനുമാൻ സ്വാമിയെ സദാ ധ്യാനിക്കുന്നത്, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും. അപ്പോൾ ക്രമം എന്നതിന് കാലടി, നടത്തം എന്നർത്ഥം വരും. അപ്പൊ ആ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് അങ്ങയെ ധ്യാനിക്കുക, പാദം കൊണ്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് ഗമിക്കുക, വാക്കുകൊണ്ട് അങ്ങയെ സ്തുതിക്കുക. ഇങ്ങനെയെല്ലാം ആരാണോ അങ്ങയെ ധ്യാനിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്ക്
സങ്കടത്തെ ഹനുമാൻ ചുടാവായി, അവരെ എല്ലാ സങ്കടത്തിൽ നിന്നും ഹനുമാൻ സ്വാമി രക്ഷിപ്പിക്കും, മോചിപ്പിക്കും. അവർക്കൊരു സങ്കടവും ഉണ്ടാവില്ല, ഒരു ദുരിതവും അവർക്ക് അനുഭവിക്കേണ്ടി വരില്ല. കർമ്മദോഷം കൊണ്ട് എന്തെങ്കിലും ദുരിതം അഥവാ വന്നാൽ ആ ദുരിതവും ഇല്ലാതെയാക്കിയിരിക്കും. സാക്ഷാത് ഭഗവതിയായ സീതാദേവിയുടെ പോലും ദുഃഖത്തെ ഇല്ലാതെയാക്കിയവനാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെയൊക്കെ സാധാരണ നിസ്സാരണക്കാരനായ നമ്മുടെ എല്ലാം ദുഃഖങ്ങളെയും ഹനുമാൻ സ്വാമി ഇല്ലാതെയാക്കും. സങ്കടത്തെ ഹനുമാൻ ചുടാവൈ മൻ ക്രമവചന ധ്യാന ജോലാവൈ. അപ്പോൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും എന്ന അർത്ഥവും ഇവിടെ എടുക്കാം. കാരണം വചനം എന്നത് വാഗേന്ദ്രിയമായി എടുത്താൽ മറ്റെല്ലാ ഇന്ദ്രിയങ്ങളെയും അതോടുകൂടി ചേർക്കാം. അപ്പോൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും അങ്ങയെ സദാ ധ്യാനിക്കുന്നവൻ, അങ്ങയെ സദാ പൂജിക്കുന്നവന് ഒരു സങ്കടവും ഉണ്ടാവുകയില്ല. സങ്കടത്തെ ഹനുമാൻ ചുടാവൈ മൻ ക്രമവചന ധ്യാന ജോലാവൈ. അടുത്തത് 27-ാമത്തെ ശ്ലോകം. സബ് പര രാമ തപസ്വി രാജ തിനികെ കാജ സകല തുമ സാജ. എല്ലാവരുടെയും ഉപരിയിരിക്കുന്ന തപസ്വിയായ രാജാവാണ് ശ്രീരാമസ്വാമി. അദ്ദേഹമാണ് ലോകരാജാവ്. ലോകത്തെ മുഴുവൻ ഭരിക്കുന്നത് അദ്ദേഹമാണ്. ഈ ലോകമാണ് രാമരാജ്യം. അദ്ദേഹം തപസ്വിയുമാണ്, തപസ്സിൽ മുഴുകിയിരിക്കുന്നവനാണ്, തപസ്സിനെ ആരാധിക്കുന്നവനാണ്. തിനികെ കാജ സകല തുമ സാജ. അദ്ദേഹത്തിന്റെ കാര്യത്തെ അങ്ങ് സദാ മംഗളമായി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുക എന്നിവിടെ ആശംസിക്കുകയാണ്. അദ്ദേഹം ധർമ്മത്തിനു വേണ്ടി അവതരിച്ചവനാണ്. ധർമ്മം നിലനിർത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം. അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യം അങ്ങ് നടത്തുക എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ധർമ്മത്തെ അങ്ങ് നിലനിർത്തുക. കാരണം അങ്ങ് രാമന്റെ ദാസനാണ്, രാമൻ ലോകത്തിന്റെ രാജാവാണ്. ഈ ലോകത്തിൽ ധർമ്മം നിലനിൽക്കണം എന്നുള്ളത് രാമന്റെ ചുമതലയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങ് തന്നെ അത് നടത്തി കൊടുക്കുക. സബ് പര രാമ തപസ്വി രാജ തിനികെ കാജ സകല തുമ സാജ. അടുത്തത് 28-ാമത്തെ ശ്ലോകം. और मनोरथ जो कोई लावै सोई अमित जीवन फल पावै. ഇനി മറ്റെന്തെങ്കിലും ആഗ്രഹങ്ങളായിട്ട് അങ്ങയുടെ അടുത്തേക്ക് ഒരാൾ വന്നാൽ, മനസ്സിൽ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവാം, അങ്ങനെയുള്ള എന്ത് ആഗ്രഹങ്ങളായിട്ട് അങ്ങയുടെ അടുത്ത് വന്നാലും അവര് അമിതമായ ജീവിതത്തിന്റെ ഫലത്തെ നേടുമെന്ന്, അവരാഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ അവർക്ക് ലഭിക്കും. അവർ കുറച്ചായിരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടാവുക, അതിനേക്കാൾ എത്രയോ മടങ്ങ് അനുഗ്രഹം അങ്ങയിൽ നിന്നും അവർക്ക് കിട്ടും. കാരണം അത്രയും ദാന തൽപരനാണ്, വിശാല മനസ്കനാണ് അങ്ങ്. ഭക്തരോട് അങ്ങേക്ക് അത്രയും സ്നേഹമുണ്ട്. और मनोरथ जो कोई लावै सोई अमित जीवन फल पावै. ജീവിതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഫലം എന്താണോ അതും അവർ നേടുമെന്ന അർത്ഥം അവിടെ എടുക്കാം. അടുത്തതായിട്ട് 29-ാമത്തെ ശ്ലോകം. ചാരോ ജുഗ് പരിതാപ് തുമാരാ ഹേ പരസിദ്ധ ജഗത് ഉജിയാരാ. 3 യുഗങ്ങളിലും അങ്ങയുടെ പ്രതാപം ശോഭിച്ചുകൊണ്ട് നിൽക്കുന്നു. അങ്ങയെ അറിയാത്തവൻ ആരുമില്ല. എല്ലാ യുഗങ്ങളിലുള്ളവരും അങ്ങയെ സ്മരിക്കുന്നു. എല്ലാ യുഗങ്ങളിലുള്ളവരിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്നത് അങ്ങാണ്. കാരണം ഹനുമാൻ സ്വാമി ചിരഞ്ജീവിയാണ്, എല്ലാ കാലവും ഉണ്ട്. അദ്ദേഹത്തോട് ഉപമിക്കാൻ തക്കതായ ഒരുത്തനും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അതൊരു വസ്തുതയാണ്. അതുകൊണ്ട് ചാരോ ജുഗ് പരിതാപ് തുമാരാ ഹേ പരസിദ്ധ ജഗത് ഉജിയാര. ലോകത്തെ മുഴുവൻ ശോഭിക്കുന്ന, ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന തേജസ്സോടൊത്തിട്ടുള്ള പ്രസിദ്ധിയാണ് അങ്ങയ്ക്കുള്ളത്. അങ്ങയുടെ പ്രസിദ്ധിയുടെ ആ പ്രകാശം ലോകം മുഴുവൻ പരന്നിരിക്കുന്നു. അത്രയും പ്രതാപം അങ്ങയ്ക്കുണ്ട്. അങ്ങ് ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അത്രയും ശ്രേഷ്ഠമാണ്. ശ്രേഷ്ഠമായതുകൊണ്ട് അങ്ങയ്ക്ക് അത്രയും പ്രസിദ്ധിയുണ്ട്. അതിന്റെ പ്രകാശം ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. ചാരോ ജുഗ് പരിതാപ് തുമാര ഹേ പരസിദ്ധ ജഗത് ഉജിയാര. ഇതായിരുന്നു 29-ാമത്തെ ശ്ലോകം. അടുത്തത് 30-ാമത്തെ ശ്ലോകം. സാധു സന്ത് കെ തുമ രഘുവാരെ അസുര നികന്ദന രാമ ദുലാരെ. സാധുക്കളുടെയും സജ്ജനങ്ങളുടെയും അങ്ങ് രക്ഷകനാണ്. മനസ്സ് ശുദ്ധമായിരിക്കുന്നവരെല്ലാം സാധുക്കളാണ്. സത്തിനെ അറിഞ്ഞ് അതിനെ ധ്യാനിച്ചിരിക്കുന്നവരാണ് ഇവിടെ സന്ത ശബ്ദം കൊണ്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ സാധുക്കളെയും സന്തുക്കളെയും അങ്ങ് സദാ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങയുടെ രക്ഷ ലഭിക്കണമെങ്കിൽ നമ്മളും സാധുക്കളായാൽ മതി എന്ന ധ്വനി അവിടെയുണ്ട്. അസുരനികന്ദൻ, അസുരന്മാരെ നിഗ്രഹിക്കുന്നവനാണ് അങ്ങ്. രാമദുലാരെ, രാമന് വളരെയധികം പ്രിയം ചെയ്യുന്നവനാണ്, രാമനെ പ്രിയങ്കരനായിരിക്കുന്നവനാണ് അങ്ങ്. രാമന്റെ പൊന്നോമനയാണെന്ന് വേണമെങ്കിൽ പറയാം. സാധു സന്ത് കെ തുമ രഘുവാരെ അസുര നികന്ദന രാമദുലാരെ.
അടുത്തത് 31-ാമത്തെ ശ്ലോകം. അഷ്ടസിദ്ധിനോ നിധിക്ക് ദാത അസുവര ദീന ജാനകി മാത. അങ്ങയുടെ പരാക്രമം കണ്ട് അങ്ങയുടെ ആ പ്രവൃത്തിയുടെ ഫലമായിട്ട് തനിക്ക് തന്റെ പതിയെ തിരിച്ചു ലഭിച്ച അവസ്ഥയിൽ സാക്ഷാത് ജാനകി ദേവി, ജനകന്റെ മകളായ സീതാദേവി, ആ അമ്മ അങ്ങയ്ക്ക് വരം നൽകി. എന്ത് വരമാണ് നൽകിയത്? അഷ്ടസിദ്ധികളും നവനിധികളും അങ്ങയ്ക്കുണ്ടാവട്ടെ, അങ്ങയിൽ ഈ സാധനങ്ങൾ ശോഭിക്കട്ടെ, 8 സിദ്ധികളും അങ്ങയ്ക്കുണ്ടാവട്ടെ, നവനിധികളും അങ്ങയ്ക്കുണ്ടാവട്ടെ എന്ന് ജാനകി മാതാവ് അങ്ങയെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സിദ്ധികളും ഈ നിധികളും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അങ്ങയെ ഉപാസിച്ചാൽ മതി. കാരണം ഇത് സദാ അങ്ങയിൽ ശോഭിക്കുന്നുണ്ട്, അമ്മയുടെ വരമുള്ളത് കൊണ്ട്. അപ്പൊ അത് ലഭിക്കാനായിട്ട് ഭക്തർ അങ്ങയെ ആശ്രയിച്ചാൽ മതി എന്ന ധ്വനിയും അവിടെയുണ്ട്. ആ സിദ്ധികളും നിധികളും ഒക്കെ എനിക്കും പ്രദാനം ചെയ്തു കൊള്ളുക എന്ന പ്രാർത്ഥനയുമുണ്ട്. അഷ്ടസിദ്ധിനോ നിധിക്ക് ദാത അസുവര ദീന ജാനകി മാതാ. അടുത്തത് 32-ാമത്തെ ശ്ലോകം. രാമ രസായന തുമരേ പാസ സദാ രഹോ രഘുപതി കെ ദാസ. രാമന്റെ രസായനം സദാ നിന്റെ അടുത്തുണ്ട്. രസം എന്ന ശബ്ദം കൊണ്ട് ഇവിടെ ആനന്ദം, ഭക്തി ആണ് സൂചിപ്പിക്കുന്നത്. രാമന്റെ ഭക്തിയിൽ ഉണ്ടാകുന്ന ആനന്ദമാണ് രസം. ആ രസത്തിന്റെ പൂർണ്ണത അങ്ങയുടെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞിരിക്കുന്നുണ്ട്. അതാണ് രസായന ശബ്ദം കൊണ്ട് ഇവിടെ പറയുന്നത്. അപ്പൊ രാമഭക്തി അങ്ങയിൽ സദാ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു. സദാ രഹോ രഘുപതി കെ ദാസ. അതുകൊണ്ട് തന്നെ അങ്ങ് എപ്പോഴും രഘുപതിയുടെ ദാസനായിട്ട് ഭവിക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. ഭക്തൻ ഭഗവാന് വേണ്ടി ആശംസിക്കുകയാണ്. കാരണം ഭഗവാൻ എന്താണോ സന്തോഷം അത് ചെയ്തു കൊടുക്കുന്നതിലാണ് ഭക്തന് താല്പര്യം. അപ്പോൾ ഹനുമാൻ സ്വാമിക്ക് സന്തോഷം രാമനിലുള്ള ഭക്തിയിലാണ്. അപ്പൊ സദാ രാമന്റെ ദാസനായിരിക്കണമെന്നാണ് ഹനുമാൻ സ്വാമി ആഗ്രഹിക്കുന്നത്. അപ്പൊ ഹനുമാന്റെ ഭക്തരായ നമ്മൾ ആ ഹനുമാൻ സ്വാമിയെ ആശംസിക്കുകയാണ്, അങ്ങ് സദാ രാമദാസനായി തന്നെ ഇരിക്കട്ടെ എന്ന്. അപ്പൊ ഹനുമാൻ സ്വാമിക്ക് അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ടാവും. അതുകൊണ്ട് രാമരസായന തുമരേ പാസ സദാ രഹോ രഘുപതി കെ ദാസ. അടുത്തത് 33-ാമത്തെ ശ്ലോകം. തുമരേ ഭജന രാമ കോ പാവൈ ജനം ജനം കെ ദുഃഖ ബിസരാവൈ. അങ്ങയെ ഭജിക്കുന്നവർക്ക് രാമനെ ലഭിക്കും. അഥവാ അങ്ങയെ ഭജിച്ചതിലൂടെ മാത്രമേ രാമനെ ലഭിക്കാൻ സാധിക്കൂ. അങ്ങ് രാമന്റെ ദ്വാരപാലകനാണ്, അങ്ങ് ഗുരുവാണ്. രാമതത്വം, രാമാനന്ദം ഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങയുടെ കൃപ കൂടിയേ തീരൂ. ജനം ജനം കെ ദുഃഖ ബിസരാവൈ. അങ്ങനെ അങ്ങയെ ഭജിച്ചു കഴിഞ്ഞാൽ ജന്മജന്മാന്തരങ്ങളിൽ നിന്നും നമ്മൾ ആർജിച്ചിട്ടുള്ള ദുഃഖങ്ങളെല്ലാം നമ്മൾ മറന്നു പോകും, അത് നമ്മെ വിട്ടുപോകും, നമുക്ക് അതിൽ നിന്നും മോചനം ലഭിക്കും. തുമരേ ഭജന രാമ കോ പാവൈ ജനം ജനം കെ ദുഃഖ ബിസരാവൈ. അടുത്തത് 34-ാമത്തെ ശ്ലോകം. അന്തകാല രഘുബര പുരുജായി ജഹാ ജന്മ ഹരി ഭക്ത കഹായി. അങ്ങനെ ഉപാസിച്ചുകൊണ്ട് ഒരുവൻ ജീവിച്ചാൽ അവന്റെ വാസനകൾ എല്ലാം തീർന്നു കഴിഞ്ഞാൽ അവസാന കാലത്തിൽ രഘുവരന്റെ പുരത്തിൽ അവൻ ചെന്ന് പ്രവേശിക്കും. അതായത് അവന് മോക്ഷം കിട്ടും. രഘുവരൻ എന്നാൽ ശ്രീരാമസ്വാമി. ശ്രീരാമസ്വാമിയുടെ ലോകം അവൻ ഗമിക്കും അവസാന കാലത്തിൽ. അവന്റെ എല്ലാ ആഗ്രഹങ്ങളും തീർന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ അവന് മോക്ഷം കിട്ടും. ഇനി ആഗ്രഹങ്ങൾ തീർന്നിട്ടില്ലെങ്കിലോ അവൻ ഭൂമിയിൽ തന്നെ ജനിക്കണം. അങ്ങനെ ജനിക്കുകയാണെങ്കിൽ പോലും ജഹാ ജന്മ ഹരി ഭക്ത കഹായി. എവിടെ ജനിച്ചാലും ഹരിയുടെ ഭക്തനായി തന്നെ അവൻ ശോഭിക്കും, അറിയപ്പെടും. അവൻ എപ്പോഴും ഭക്തി ഉണ്ടാവും. കാരണം ഭക്തിയാണ് മുക്തിയിലേക്കുള്ള വഴി. അപ്പൊ ഭക്തി ഒരിക്കൽ ഉള്ളിൽ ജ്വലിച്ചാൽ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അത് പൂർത്തീകരിക്കാൻ വേണ്ടി ജനിക്കേണ്ടി വന്നാലും ഭക്തി കൈവിട്ട് പോവുകയില്ല. നമേ ഭക്ത പ്രണശ്യതി എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. അപ്പൊ ഭക്തി ഒരിക്കലും കൈവിട്ട് പോവുകയില്ല, ഭക്തൻ ഒരിക്കലും നാശം സംഭവിക്കുകയില്ല. അതുകൊണ്ട് മുക്തിക്കുള്ള അർഹത വരുന്നത് വരെയും ഹരിയോടുള്ള ഭക്തി ഉണ്ടാവും. അർഹത കിട്ടിക്കഴിഞ്ഞാൽ മുക്തിയും ലഭിക്കും. അന്തകാല രഘുബര പുരുജായി ജഹാ ജന്മ ഹരി ഭക്ത കഹായി. അടുത്തത് 35-ാമത്തെ ശ്ലോകം. और देवता चित्तन धरई हनुमत से सर्व सुख करई. ഇത്രയും ശക്തിശാലിയായ, ഇത്രയും പ്രഭാവമുള്ള, പ്രതാപമുള്ള അങ്ങയെ അല്ലാതെ ഞാൻ മറ്റാരെയാണ് ആശ്രയിക്കേണ്ടത്? അതുകൊണ്ട് ഓർ ദേവത ചിത്തന ധരൈ, ഞാൻ മറ്റൊരു ദേവതയെയും എൻ്റെ ചിത്തത്തിൽ ധരിക്കുന്നില്ല, ഞാൻ അവരെ കുറിച്ചൊന്നും സ്മരിക്കുന്നില്ല, എനിക്ക് അങ്ങ് മാത്രം മതി. ഹനുമത് സേയി സർവ സുഖ കരൈ, കാരണം ഹനുമാന്റെ സ്മരണയിലൂടെ തന്നെ എനിക്ക് എല്ലാ സുഖവും ലഭിക്കും, അതെനിക്ക് ഉറപ്പാണ്. അപ്പൊ പിന്നെ മറ്റ് ദേവതകളെ കുറിച്ച് ഞാൻ എന്തിനാണ് ചിന്തിക്കേണ്ടത്? ഇത് ഹനുമാൻ സ്വാമിയോട് മാത്രമല്ല നമ്മളോടുകൂടിയുള്ള ഉപദേശമാണ് തുളസീദാസിന്റെ. നിങ്ങൾ ഭഗവാനെ വിളിച്ചാൽ മതി, ഹനുമാൻ സ്വാമിയെ വിളിച്ചാൽ മതി, എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. കാരണം എല്ലാത്തിൻ്റെയും നിധിയാണ് അദ്ദേഹം.
മറ്റൊരു ആശ്രയം എന്തിനു തേടിപ്പോകുന്നു എന്ന് നമ്മളോടും കൂടി ചോദിക്കുകയാണ്. ഓർ ദേവത ചിത്തന ധരൈ ഹനുമത് സേയി സർവസുഖ കരൈ. അടുത്തത് 36-ാമത്തെ ശ്ലോകം. സങ്കട്ട് കടൈ മിടൈ സബ് പീര ജോ സുമിരൈ ഹനുമത് ബൽബീര. എല്ലാ സങ്കടങ്ങളും, അതായത് ദുരിതങ്ങളും ഇല്ലാതെയാകും, എല്ലാ പീഡകളും ഇല്ലാതെയാകും. നമ്മൾ അനുഭവിക്കുന്ന, നമ്മുടെ ദുഃഖത്തിന് കാരണമായി നിൽക്കുന്ന എല്ലാം ഇല്ലാതെയാകും. എങ്ങനെ ഇല്ലാതെയാകും? ജോ സുമിരൈ ഹനുമത് ബൽബീര. ബലശാലിയായിട്ടുള്ള, വീരവാനായിട്ടുള്ള, വീരനായിട്ടുള്ള ഹനുമാൻ സ്വാമിയെ ജോ സുമിരൈ, ആര് സദാ സ്മരിക്കുന്നുവോ അവരുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാതെയാകും. ആധിയും വ്യാധിയും ഒക്കെ നശിക്കും, അവർക്ക് എല്ലാ മംഗളങ്ങളും ഉണ്ടാകും. അത്രയും മഹിമ ഹനുമാൻ സ്വാമിയുടെ സ്മരണയ്ക്കുണ്ട്. സങ്കട്ട് കടൈ മിടൈ സബ് പീര ജോ സുമിരൈ ഹനുമത് ബൽബീര. അടുത്തത് 37-ാമത്തെ ശ്ലോകം. ജയ 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 ഹനുമാൻ ഗോസായി കൃപാ കരഹു ഗുരുദേവ് കി നായി. ഹനുമാൻ സ്വാമി ജയിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഗോസായി ശബ്ദം കൊണ്ട് അദ്ദേഹം നമ്മുടെ സ്വാമിയാണെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പൊ അദ്ദേഹം യജമാനനാണ്, നമ്മൾ ദാസനാണ്. അപ്പൊ ആ സ്വാമി പദം അദ്ദേഹത്തിന് കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഹനുമാൻ ഗോസായി ജയ് ജയ് ജയ്, വീണ്ടും വീണ്ടും ജയിക്കട്ടെ. കൃപാ കരഹു ഗുരുദേവ് കി നായി. ഗുരുദേവ സ്വരൂപത്തിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ മേലിൽ കൃപയെ ചൊരിഞ്ഞാലും. ഹനുമാൻ ഗുരു തന്നെയാണ്. രാമദൂതൻ എന്ന് പറഞ്ഞാൽ രാമനിലേക്ക് വഴികാട്ടുന്നവനാണ്. അത് സാക്ഷാത് ഗുരു തന്നെയാണ്. ജഗത് ഗുരുവാണ് ഹനുമാൻ സ്വാമി. അപ്പോൾ ഹനുമാൻ സ്വാമി വിജയിക്കട്ടെ. ആ ഹനുമാൻ സ്വാമി ഗുരുദേവ ഭാവത്തിൽ വന്ന് ഞങ്ങളെയെല്ലാം കൃപ ചൊരിഞ്ഞുകൊണ്ട് അനുഗ്രഹിക്കട്ടെ എന്നിവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നു. ജയ 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 ഹനുമാൻ ഗോസായി കൃപാ കരഹു ഗുരുദേവ് കി നായി. അടുത്തത് 38-ാമത്തെ ശ്ലോകം. ജോ സത്ബാർ പാഠ കർ കോയി ഛൂട്ട് ഹി ബന്ദി മഹാസുഖ ഹോയി. ജോ സത്ബാർ പാഠ കർ കോയി. ആരാണോ ഈ സ്തോത്രത്തെ, ഹനുമാൻ ചാലീസ എന്ന ഈ സ്തോത്രത്തെ സത്ബാർ 100 തവണ പഠിക്കുന്നത്, ഛൂട്ട് ഹി ബന്ദി മഹാസുഖ ഹോയി, അവൻ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തനായിക്കൊണ്ട് മഹത്തായ സുഖത്തെ പ്രാപിക്കുന്നു. മഹാസുഖിയായിട്ട് അവൻ ഭവിക്കുന്നു. അതായത് പരമാനന്ദം അവൻ നേടുന്നു. ഏറ്റവും വലിയ സുഖം മോക്ഷമാണ്. ആ പദം തന്നെ അവന് ലഭിക്കും. ജോ സത്ബാർ പാഠ കർ കോയി ഛൂട്ട് ഹി ബന്ദി മഹാസുഖ ഹോയി. അപ്പൊ ഇതിന്റെ ഫലശ്രുതിയാണ് ഇവിടെ പറഞ്ഞത് 38-ാമത്തെ ശ്ലോകത്തിൽ. ഇനി 39-ാമത്തെ ശ്ലോകം. ജോ യഹ പഠേ ഹനുമാൻ ചാലീസ ഹോയ സിദ്ധി സാഖി ഗൗരീസ. ആരാണോ ഈ ഹനുമാൻ ചാലീസയെ പഠിക്കുന്നത് അവൻ സിദ്ധനായി ഭവിക്കും. സിദ്ധി, അവൻ ഹോയ സിദ്ധി എന്ന് പറഞ്ഞാൽ അവൻ എല്ലാ ഐശ്വര്യവും ഉണ്ടാവും, എല്ലാ പ്രവൃത്തിയിലും അവന് വിജയമുണ്ടാവും. സക്സസ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ സിദ്ധി പറയുന്നത്. അപ്പൊ അവൻ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും. എന്ത് ചെയ്യാൻ വേണ്ടിയാണോ അവൻ പരിശ്രമിക്കുന്നത് അതിൽ അവൻ ഉറപ്പായിട്ടും വിജയിച്ചിരിക്കും. ഹോയ സിദ്ധി സാഖി ഗൗരീസ. ഗൗരിയുടെ ഈശനായിരിക്കുന്ന ആ മഹാദേവൻ, ആ ശിവൻ ഇതിന് സാക്ഷിയാണ്. ആ ശിവനെ സാക്ഷിയാക്കിയിട്ടാണ് തുളസീദാസ് എന്ന ഞാൻ ഇത് പറയുന്നതെന്ന് അദ്ദേഹം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം ശിവന്റെ മുമ്പിൽ ഒരിക്കലും നമ്മൾ നുണ പറയില്ല. അപ്പൊ ശിവനെ സാക്ഷിയാക്കിക്കൊണ്ട് തുളസീദാസ് ഇത് പറയുന്നുവെങ്കിൽ 100% ഉറപ്പായ കാര്യമാണെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. ആ ഉറപ്പ് നമുക്കും ഉണ്ടാവണം. ജോ യഹ പഠേ ഹനുമാൻ ചാലീസ ഹോയ സിദ്ധി സാഖി ഗൗരീസ. അദ്ദേഹത്തിനുണ്ടായ അനുഭവത്തിൽ നിന്ന് തന്നെ ഇതിന്റെ മഹിമ നമുക്കറിയാം. ആ കാരാഗ്രഹത്തിൽ നിന്നും മോചനം അദ്ദേഹത്തിന് ലഭിച്ചു ഇത് രചിച്ചതുകൊണ്ട്. അപ്പൊ നമുക്കും തീർച്ചയായും ഹനുമാന്റെ കൃപയുണ്ടാകും, എല്ലാ വിജയവും നമുക്കുണ്ടാകും. അതിന് ആ പരമേശ്വരൻ തന്നെ സാക്ഷി എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. 40-ാമത്തെ അവസാനത്തെ ശ്ലോകമാണ്. തുളസീദാസ് സദാ ഹരിചേര കി ജയനാഥ ഹൃദയ മഹഡേര. കവി സ്വന്തം പേര് രേഖപ്പെടുത്തി വെക്കുകയാണ്. തുളസീദാസ് എന്ന ഞാൻ സദാ ഹരിചേര, എല്ലാ കാലത്തും ഹരിയുടെ ദാസനാണ്, ഭക്തനാണ്. എനിക്ക് ആ ഭാവത്തിൽ ഇരിക്കാനാണ് ഇഷ്ടം. ഹരിയുടെ ഭക്തനായതുകൊണ്ട് ഹരി എൻ്റെ മനസ്സിൽ സദാ വിളയാടുന്നുണ്ട്. അങ്ങേക്കാണെങ്കിൽ ഏറ്റവും പ്രിയം ഹരിയോടാണ്, രാമനോടാണ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഹൃദയത്തെ തന്നെ അങ്ങ് അങ്ങയുടെ വാസസ്ഥലമാക്കിയാലും. ഹനുമാൻ സ്വാമിയോട് കി ജയനാഥ് ഹൃദയ മഹഡേര, എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ വാസസ്ഥലമാക്കിയാലും, നിത്യം എൻ്റെ ഹൃദയത്തിൽ വസിച്ചാലും. കാരണം ഇവിടെ രാമൻ സദാ ഉണ്ട്. ഞാൻ രാമഭക്തനാണ്, ഹരിയുടെ ഭക്തനാണ് ഞാൻ. അപ്പൊ രാമൻ ഇവിടെ സദാ ഉള്ളത് കൊണ്ട് അങ്ങ് ഇവിടെ സദാ വസിച്ചാലും. ഇനി ഇവിടെ ഹരി ശബ്ദം കൊണ്ട് നമുക്ക്
വാനരൻ എന്ന അർത്ഥവും എടുക്കാം. അപ്പൊ ഹരി ശബ്ദം കൊണ്ട് ഹനുമാൻ സ്വാമിയെ സൂചിപ്പിച്ചു എന്നും പറയാം. അപ്പൊ ഹനുമാൻ സ്വാമിയുടെ ഭക്തനാണ് ഞാൻ, അതുകൊണ്ട് ഹനുമാൻ സ്വാമി എൻ്റെ ഹൃദയത്തിൽ തന്നെയാണ് വസിക്കേണ്ടത് എന്നും ഇവിടെ അർത്ഥം കിട്ടും. തുളസീദാസ് സദാ ഹരിചേര കീ ജയനാഥ ഹൃദയ മഹഡേര. ഇങ്ങനെ 40 ശ്ലോകങ്ങളിലൂടെ ഹനുമാൻ ചാലീസ പൂർത്തിയാവുന്നു. അത് കഴിഞ്ഞൊരു ദോഹയും കൂടി ഉണ്ട്, അവസാനത്തിൽ ചൊല്ലുന്ന ഒരു ദോഹയുണ്ട്. പവന തനയ സംകടഹരണ മംഗലമൂരതി രൂപ രാമ ലഖന സീതാ സഹിത ഹൃദയ ബസഹു സുരഭൂപ്. അങ്ങ് പവനദേവന്റെ വായുഭഗവാന്റെ മകനാണ്, തനയനാണ്, എല്ലാ സങ്കടങ്ങളെയും ദുരിതങ്ങളെയും ഹരിക്കുന്നവനാണ്, മംഗളം തന്നെ മൂർത്തിമത്തായി ഇരിക്കുന്നവനാണ്, മംഗളസ്വരൂപനാണ്. കാരണം ശിവൻ തന്നെയാണ് അങ്ങ്, ശിവനിൽ നിന്നും ഒരു ഭേദവും അങ്ങയ്ക്കില്ല. അപ്പൊ ഇതാണ് പവന തനയ സങ്കടഹരണ മംഗലമൂർത്തി രൂപ് രാമലഖന സീതാ സഹിത ഹൃദയ ബസഹു സുരഭൂപ്. എന്റെ ഹൃദയത്തിൽ അങ്ങ് രാമനോടും ലക്ഷ്മണനോടും സീതാദേവിയോടും കൂടി സദാ വസിക്കുക എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഹനുമാൻ ചാലിസ സമാപിക്കുന്നത്. അപ്പോൾ അങ്ങ് പവനപുത്രനാണ്, ഏറ്റവും ബലവാനാണ്. കാരണം ബലത്തിന്റെ മൂർത്തിയാണ് വായു, വായുവിൽ നിന്നാണ് ബലം ലഭിക്കുന്നത്, പ്രാണനിൽ നിന്നാണ് ബലം ലഭിക്കുന്നത്. അപ്പൊ ആ ബലം അങ്ങയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സങ്കടങ്ങളെയും അങ്ങ് ഇല്ലാതെയാക്കുന്നവനാണ്. പിന്നെ ശിവൻ തന്നെയാണ്, അതുകൊണ്ട് മംഗളമൂർത്തി രൂപ് എന്ന് വിളിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള അങ്ങന്റെ ഹൃദയത്തിൽ തന്നെ സദാ വസിക്കുക, രാമനോടും ലക്ഷ്മണനോടും സീതയോടും കൂടി സദാ എന്റെ ഹൃദയത്തിൽ വസിക്കുക. പവനതനയ സങ്കടഹരണ മംഗളമൂർത്തി രൂപ് രാമലഖന സീതാ സഹിത ഹൃദയ ബസഹു സുരഭൂപ്. ഇതാണ് ഹനുമാൻ ചാലിസ. ഓം തത് സത്. വളരെ ലളിതമായ അവധി ഭാഷയിൽ രചിച്ചിട്ടുള്ള ഈ സ്തോത്രം, ഇതിലെ ഉച്ചാരണങ്ങളൊക്കെ അവധി ഭാഷയിലുള്ള ഉച്ചാരണങ്ങളാണ്. ഇപ്പോൾ ഷകാരം സകാരമായും വകാരം ബകാരമായും അങ്ങനെയൊക്കെയുള്ള ഭേദങ്ങൾ കാണാം. അത് ആ ഭാഷയുടെ രീതിയാണ്. വളരെ സുന്ദരമായ ഒരു സ്തോത്രമാണ്. ഇത് രചിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ ശക്തി വെളിവായിട്ടുള്ളതാണെന്ന് നമ്മൾ ഗ്രഹിച്ചു. അപ്പം അതുകൊണ്ട് ഹനുമാൻ സ്വാമിയോട് ഭക്തിയുള്ള എല്ലാവർക്കും ജപിക്കാൻ പറ്റുന്ന, ജപിക്കേണ്ട ഒരു ഉത്തമമായ സ്തോത്രമാണ് ഇത്. ചെറിയ സ്തോത്രമായതുകൊണ്ട് ദിവസവും ജപിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇത് ജപിച്ചാൽ തീർച്ചയായും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവും. മനസ്സിന് നല്ല ബലമുണ്ടാവും, ശരീരത്തിന് നല്ല ദൃഢതയുണ്ടാവും, ആരോഗ്യമുണ്ടാവും, ജീവിതത്തിൽ വിജയമുണ്ടാവും. അതുപോലെ തന്നെ ഭക്തി നന്നായി പോഷിപ്പിക്കപ്പെടും, രാമപദ പ്രാപ്തിയും ഉണ്ടാവും, അതായത് മുക്തി ലഭിക്കും. അപ്പോൾ സദാ ജീവിതത്തിൽ ഗുരുവായിക്കൊണ്ട് ഹനുമാൻ സ്വാമി ഉണ്ടാവും. നമുക്ക് വഴികാട്ടാനായിട്ട് ഈ പ്രപഞ്ചത്തിൽ ആരുമില്ല എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്ന ആൾക്കാർ ഹനുമാൻ സ്വാമിയെ തന്നെ ഗുരുവായിട്ട് വരിക്കുക. കാരണം അദ്ദേഹത്തെക്കാൾ വലിയൊരു ഗുരു ഈ പ്രപഞ്ചത്തിലില്ല. അപ്പൊ അദ്ദേഹത്തെ ഗുരുവായി വരിച്ചുകൊണ്ട് ഈ സ്തോത്രം സ്തുതിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തെ സമ്പാദിക്കുക. വഴികാട്ടിയായി സദാ അദ്ദേഹം ഉണ്ടാവും. ഓരോ തടസ്സങ്ങൾ വരുമ്പോഴും അത് നീക്കിക്കൊണ്ട് നമ്മളെ അദ്ദേഹം മുന്നോട്ട് നയിക്കും, അതുറപ്പാണ്. അതിനുള്ള ഭാഗ്യം ആ ഹനുമാൻ സ്വാമി നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞ് രാമന്റെ പ്രിയഭക്തനായ ആ ഹനുമാൻ സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ ഹനുമാൻ ചാലീസ എന്ന ഈ കൃതിയുടെ എളിയ വ്യാഖ്യാനത്തെ സമർപ്പിക്കുന്നു. ഭഗവാൻ ഹനുമാൻ സ്വാമി കി ജയ്. കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ. ഹരി ഓം.